എന്നിട്ട് ഈ സിവിൽ സർവീസ് അനുഭവം എക്സാം എഴുതാൻ എത്ര പ്രാവശ്യം എഴുതേണ്ടി വന്നു? ഒറ്റ ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ത്രൂ ആൻഡ് ത്രൂ. ഞാനൊരു പ്രിലിംസ് അതിന് മുമ്പ് എഴുതിയായിരുന്നു. ഗൗരവമല്ലാതെ ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ പോയി എഴുതി. അത് ട്രിവാൻഡ്രത്ത് അതെനിക്ക് കിട്ടിയതുമില്ല. കിട്ടിയില്ല. ഗൗരവമായിട്ട് അറ്റംപ്റ്റ് ചെയ്ത ആദ്യത്തെ വർഷം തന്നെ മൊത്തം പരീക്ഷയും പാസ്സായി. 24ാമത്തെ വയസ്സിൽ പരീക്ഷ എഴുതുന്നു. 25-ൽ ഞാൻ സർവീസിൽ വരുന്നു. 25 ഇയേഴ്സ്. അപ്പം 37 കൊല്ലം വരെ സർവീസ് കിട്ടുന്ന ആൾക്കാർ എൻ്റെ ബാച്ചിലുണ്ട്. 22 വയസ്സ് 23ാമത്തെ വയസ്സിൽ വന്ന കക്ഷികളുണ്ട്. ചിലർക്കൊന്നും വളരെ ഗ്രാമീണ തലത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് സത്യം കത്തിയും മുള്ളും പിടിക്കാൻ അറിയാത്ത ആൾക്കാർ വരെ IAS IPS കിട്ടി വരുന്നത്. എല്ലാം റൂറൽ ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാർ. ഇന്ത്യ സർക്കാരിൻ്റെ മുമ്പിൽ ജനമില്ല. നിങ്ങൾക്കൊരു പെറ്റീഷൻ പിടിച്ചുകൊണ്ട് ചെന്ന് പ്രൈം മിനിസ്റ്റർ അടുത്തോ കൃഷിഭവനിലോ നയം മാത്രം കാണാൻ പറ്റും. ജനമില്ല. എന്ത് കാര്യവും നടപ്പിലാക്കി അവിടെ ഒരു നിവേദനം കൊടുക്കണമെങ്കിൽ മിനിമം ഒരു MP ആയിരിക്കണം. നരേന്ദ്രമോദി ഭക്ഷ്യമന്ത്രിയോട് സമയം ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രാലയത്തിന് തീ പിടിക്കും. കാരണം ആ വരുന്ന അമ്മാതിരി ഒരു ടു ഡു ലിസ്റ്റുമായിട്ടായിരിക്കും. മീറ്റിംഗ്സ് അൺപ്ലസന്റും ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞ് കണിശമായിട്ട്. അന്ന് ശരത് പവാറാണ് സീനിയർ മിനിസ്റ്റർ. ഇദ്ദേഹത്തിൻ്റെ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരെയും വിളിച്ച് സെക്രട്ടറീസിനെ വിളിച്ച് പറയും അവോയ്ഡ് ദ വിസിറ്റ്, ഡു വാട്ട് ഹി വാണ്ട്സ്. അങ്ങനെ പ്രണബ് മുഖർജിയായിട്ടൊക്കെ നല്ല വാക്സമരങ്ങൾ. ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ബില്ലിൻ്റെ തന്നെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കൺസൾട്ടേഷനിൽ വലിയ അടി ഉണ്ടായി. അപ്പം ഞാൻ പറയും സാർ ഭവനിലോട്ട് പോയിക്കോ, ഐ വിൽ സീ ടു ഇറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഡെലിവേർഡ് ടു. നോ 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 ആ പരിപാടിയില്ല, സമ്മതിക്കത്തില്ല. 5 മണിക്ക് ഇത് പിന്നെ ഗാന്ധിനഗറിൽ ഫാക്സ് കൊടുത്തില്ലെങ്കിൽ എൻ്റെ തലവെട്ടിപ്പോകും. നീ എന്ത് തന്നെ നിനക്ക് തോന്നിയാലും ഇത് മേടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പം അതാണ് അതിൻ്റെ ഒരു കൃത്യത. 5 ബജെ ഓർഡർ കാണണം അവിടെ. അന്നേ അറിയാം PM ആവുമെന്നറിയില്ലെങ്കിലും എവരിബഡി നോസ് ദാറ്റ് ഹി ഈസ് ദ ചലഞ്ചർ. അപ്പോൾ ഈ കേന്ദ്രമന്ത്രി പദവി പോലും ആകർഷകമല്ല. നല്ല ജോലിയാ. ചുമ്മാല്ല നമ്മുടെ ഈ സുധാകരനെങ്കിൽ പോരാൻ ബഹളം വെക്കുന്നത്. ഞാനത് കമന്റ് ചെയ്യുന്നില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമല്ലേ. VS അതോടുകൂടിയും കയറി കൊണ്ടതിനകത്ത്. VS പറഞ്ഞ് അഹങ്കാരി എന്താണെന്നറിയോ, ഞാൻ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിന് പിന്നെ ഇതിനകത്ത് കയറാനായിട്ട് അനുമതി നിഷേധിച്ചു. ഞാൻ പറഞ്ഞു അപ്പോഴേക്ക് ഇലക്ഷൻ അടുക്കാറായി. ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റിക്കെതിരെയുള്ള പ്രതിഷേധമാണ്, യൂണിവേഴ്സിറ്റിക്ക് പുറത്തു വെച്ചു. യൂണിവേഴ്സിറ്റി ഓടിച്ചോർത്തി പറ്റത്തില്ല. എന്താണ് KSEBിയുടെ കുഴപ്പം? ഇതിനെ എങ്ങനെയാണ് ശരിയാക്കാൻ ശ്രമിച്ചത്? ആരാണ് ഇതിന് തടസ്സം? ഇതങ്ങനെ ശരിയാക്കും? നമസ്കാരം. മറുനാടിൻ്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി സിവിൽ സർവീസിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ B. അശോക്. നമസ്കാരം. നമസ്കാരം. ഞാൻ അങ്ങയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ ഒരു വളരെ ആക്റ്റീവായിട്ടൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഈ തലമുറയെ പ്രചോദിപ്പിക്കാൻ അങ്ങേക്ക് പറ്റുമെന്ന് വിശ്വാസമുണ്ട്. 2, അങ്ങ് പലപ്പോഴും വിവാദങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. ആ വിവാദങ്ങളുടെ പശ്ചാത്തലം അറിയണം. നമുക്ക് ആദ്യം അങ്ങയുടെ ഒരു പശ്ചാത്തലം അറിയാൻ ആഗ്രഹം. കൊല്ലംകാരനാണല്ലേ? കൊല്ലത്താണ് ജനിച്ചത്. അവിടെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ശ്രീനാരായണ കോളേജിൽ നിന്ന് പൂർത്തിയാക്കി. പിന്നെ കാർഷിക യൂണിവേഴ്സിറ്റിയിൽ തൃശ്ശൂരിൽ തുടർന്നു. അച്ഛനും അമ്മ എന്ത് ചെയ്യും? അച്ഛൻ സഹകരണ വകുപ്പിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറായിട്ട് റിട്ടയർ ചെയ്തു. ജീവിച്ചിരിപ്പുണ്ട്. 86 വയസ്സുണ്ട്. അമ്മ മരണപ്പെട്ടു 24-ൽ. അമ്മ SN കോളേജിലെ സുവോളജിയുടെ പ്രൊഫസറായിരുന്നു. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അമ്മയും വിരമിച്ചിട്ട് ഒരുപാട് വർഷമായി. ഇതാണ് പശ്ചാത്തലം. ഒരു സഹോദരനുള്ളത് കാനഡയിലാണ്. സഹോദരൻ രണ്ട് മക്കളെ ഉള്ളൂ. അതെ, അത് ശരി. ഈ അങ്ങയുടെ അടിസ്ഥാനമായിട്ട് കൃഷി മേഖലയായിരുന്നു അങ്ങനെ പഠനം? വെറ്ററിനറി സയൻസിൽ ഡിഗ്രി എടുത്തു. എവിടെ? അത് പ്രാക്ടീസ് ചെയ്തില്ല, മണ്ണുത്തിയിൽ. അതിനുശേഷം അടുത്ത വർഷം ICR സ്കോളർഷിപ്പോടെ ബയോടെക്നോളജിയിൽ മാസ്റ്റേഴ്സിന് പോയി. ബറേലി UP. അവിടെ 1-ാം വർഷം ചിലവിട്ടപ്പോൾ എല്ലാവരും IASന് എഴുതി, ഞാനും എഴുതി. പശ്ചാത്തലം IAS അതിന് എഴുതണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം പൊതുകാര്യങ്ങളിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. വിദ്യാർത്ഥി യൂണിയനിലും അതുപോലെ അതിലൊക്കെ പ്രവർത്തിക്കുമായിരുന്നു. ഏത് വിദ്യാർത്ഥി യൂണിയൻ? SFI. പിന്നെ യൂണിവേഴ്സിറ്റിയിലെ SFI നേതാവായിരുന്നു. കൊല്ലത്തല്ല, കൊല്ലത്ത് വെച്ച് എനിക്ക് പ്രീ ഡിഗ്രി ലെവലിൽ ആ പരിപാടിയില്ല. കാർഷിക യൂണിവേഴ്സിറ്റിയിൽ SFIയുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ശരി. അന്ന് SFIയുടെ ദേശീയ നേതാവ് KN ബാലഗോപാലാണ്. ഇപ്പോഴത്തെ കൊട്ടാരക്കര പദവി. അന്ന് സെനറ്റ് അംഗമാണ്. സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കാർഷിക യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് അവിടെ പോയിരുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇല്ലെങ്കിലും ഒരു സബ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അതിന്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഡൽഹിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബാലഗോപാലിനൊപ്പം താമസിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഇൻ ദാറ്റ് സെൻസ് ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിയായിരുന്നു, അല്ല കോളേജ് യൂണിയനിൽ ഞാൻ വിജയിച്ചിട്ടില്ല. ഞാൻ ഇതായിരുന്നു, യൂണിവേഴ്സിറ്റി സെനറ്റിലുണ്ടായിരുന്നു, ജനറൽ കൗൺസിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയമായിരുന്നു. അച്ഛൻ്റെയൊക്കെ രാഷ്ട്രീയമോ? അച്ഛനും അച്ഛൻ്റെ ഫാമിലി ഇൻ ജനറൽ കോൺഗ്രസ് അനുഭാവികളാണ്. ഇത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനായി മാറി സ്വാഭാവികമായിട്ട് ആ കാലത്തുണ്ടായിരുന്നു. ഞാനും SFIക്കാരനായിരുന്നു. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതെ,
വേണം അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോഴും അതെ. ആ ഒരു വിപ്ലവ വീര്യം ഉണ്ടായി വരാൻ വേണ്ടിയിട്ട്. അത്രയൊന്നും ഇല്ലെങ്കിൽ ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ് എന്താ നടക്കുന്നതെന്നൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ ഒരു അന്തരീക്ഷമൊക്കെ SFI തന്നിട്ടുണ്ട്. അന്നത്തെ SFI. ഈ സിവിൽ സർവീസ് ഒരു ആഗ്രഹം എന്നേ ഉണ്ടായതാണോ? അത് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അത്യാവശ്യം എസ്സൈസ് പ്രസംഗം ഇതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് എഴുതണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഗൗരവമായിട്ട് ഞാൻ എടുത്തത് ഒരു ഫൈനൽ ഇയർ ഡിഗ്രിയൊക്കെ എത്തിയപ്പോഴേക്കും എന്നാൽ അതിന് പറ്റിയ ഒരു സ്ഥലം നോക്കാമെന്ന് വിചാരിച്ചു. ബറൈലി UP ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിനൊരു അന്തരീക്ഷം ഉണ്ടെന്ന് കണ്ടിരുന്നു. ഞാൻ പ്രിലിമിനറി എഴുതി ട്രിവാൻഡ്രത്താണ്. അതിനുശേഷം അവിടെ ബയോടെക്നോളജിയിൽ അഡ്വാൻസ് ചെയ്തപ്പോഴാണ് മാസ്റ്റേഴ്സിനുള്ള ഇത് മെയിൻ എക്സാമിനുള്ള കോൾ വന്നത്. അത് ഡൽഹി ആയിരുന്നു സെൻറ്റർ. ഈ സിവിൽ സർവീസ് എഴുതാനായിട്ടേ ഞാൻ പറഞ്ഞ എല്ലാം അതായത് 100% മാർക്ക് കിട്ടുന്ന ഒരാളാണോ വേണ്ടത്, അതോ ഒരു ജനറൽ നോളജ് ആണോ? അങ്ങനെ അക്കാഡമിക് മെറിറ്റ് എപ്പോഴും അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ പൊതു കാര്യങ്ങളും ഒന്ന് അറിയണം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരാളിന് കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി, ജിയോഗ്രഫി ഇതൊക്കെ എല്ലാം അറിഞ്ഞോളണമെന്നില്ല. പൊതു സംഗതി അത് താല്പര്യം എടുക്കുന്നവർക്ക് ഇത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ചിലർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഈ പരീക്ഷയുടെ ആവശ്യത്തിന് വേണ്ടി ഇത് ഒന്നേന്ന് വായിച്ചു തുടങ്ങും. അപ്പോൾ അവർക്ക് ഒരു ഇച്ചിരി ഒരു ഓറിയൻറ്റേഷൻ. പിന്നെ ഭാഷ വളരെ പ്രധാനമാണ്. ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഡെക്സ്ട്രസ് ആയിട്ട് എഴുതാനും വായിക്കാനും പറയാനും പറ്റണം. ഇംഗ്ലീഷ് ഭാഷയോട് എങ്ങനെ ഒരു താല്പര്യം ഉണ്ടായതിൻ്റെ പശ്ചാത്തലം എന്നാണ്? എൻ്റെ അച്ഛൻ്റെ പിതാവും അതേ മുത്തച്ഛനും സഹോദരി അച്ഛൻ്റെ അപ്പച്ചിമാരും എല്ലാം ഇംഗ്ലീഷ് MA-കാരാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ മെറിറ്റ് കിട്ടുമെന്നുള്ളതല്ല. പക്ഷേ ആ വീട്ടിൽ ഞാൻ 6-7 വയസ്സ് വരെയും പിന്നെ അതായത് പിതാവിൻ്റെ ഭവനത്തിൽ ചെല്ലുന്ന സമയത്തെല്ലാം അവിടെ ഒരു വമ്പൻ ലൈബ്രറി തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വായനയിൽ ഒരു ഇച്ചിരി അഡ്വാൻറ്റേജ് നേരത്തെ ഇംഗ്ലീഷ് വായന തന്നെ ഇംഗ്ലീഷ് വായനയിൽ കിട്ടി. പിന്നെ അവരെല്ലാം ഇംഗ്ലീഷുകാരാണല്ലോ. അപ്പോൾ അവർ ബേസിക്കലി 3-4 പേര് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്യുമ്പോൾ അവർ പലരും അധ്യാപികമാരായി അങ്ങനെയൊക്കെ മറ്റുള്ളവർ ഗവൺമെൻറ് സർവീസിൽ പോയി. അപ്പോൾ ഇവരുടെ ഒരു ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചർച്ചയെന്ന് പറയുന്നത് ഷേക്സ്പിയറും ചാൾസ് ലാംബും ഒരു അധ്യാപകൻ്റെ മക്കളെല്ലാം അധ്യാപകരാകാൻ പഠിക്കുന്ന MA BEd പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള അന്തരീക്ഷം ഒരു വ്യത്യാസമാണല്ലോ. അപ്പോൾ ഈ നമ്മളറിയാതെ തന്നെ 5 വയസ്സേ ഉള്ളെങ്കിലും ഈ ഭാഷ ഇങ്ങനെ വളരെ ആ പരിചയം ഒരു വലിയ അഡ്വാൻറ്റേജാണ്. അച്ഛൻ്റെ അമ്മ മലയാളം അധ്യാപികയായിരുന്നു, മലയാളം സാൻസ്ക്രിറ്റ്. അപ്പം അച്ഛമ്മ ഇങ്ങനെ ഈ പിന്നെ രാമായണം തൊട്ട് ആ സൈഡിലുള്ള സംഗതികൾ മുഴുവനും നമുക്കിങ്ങനെ കഥകളായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് വല്ലാതെ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഇനിഷ്യൽ 10 years അവരുടെ ഒരു സമ്പർക്കം എന്ന് പറയുന്നത്, പിന്നെ പലരും പല സ്ഥലത്തായെങ്കിലും അതൊരു വലിയൊരു ശക്തിയായിരുന്നു. നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെയാണ് നമുക്ക് ആ ഒഴുക്ക് കിട്ടുന്നത്. ഇതാണോ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഈ വളർച്ചയിൽ ഏറ്റവും നിർണായകം ഈ ചെറിയ പ്രായത്തിലെ നമ്മുടെ ഒരു താല്പര്യമായിരിക്കും, അല്ലെങ്കിൽ സ്വാഭാവികമായി പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ആ ലൈബ്രറി അത് അത്ര വലുതല്ലായിരുന്നെങ്കിലും അതിനകത്ത് ഉണ്ടായിരുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ ഇവർ പഠിച്ച പുസ്തകങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഈ ചാൾസ് ലാംബിൻ്റെ എസ്സൈസ് ഒക്കെ ഞാൻ വായിക്കുന്നത് ചിലപ്പം 7ാം തരം 8ാം തരത്തിലൊക്കെയാണ്. അല്ല, അതിന് ഇൻട്രസ്റ്റ് എങ്ങനെ വരുന്നത്? നമ്മൾ വെറുതെ വലിയൊരു വീടല്ലേ, വലിയൊരു കൂട്ടുകുടുംബം, 4-5 മക്കൾ, അവരുടെ കുട്ടികൾ, ചെറിയ പ്രായത്തിലുള്ളവർ. അപ്പോൾ ഈ കുറച്ചൊരു അന്തർമുഖത്വം ഉള്ളതുകൊണ്ട് ഈ പുസ്തകങ്ങൾ അടുക്കിയിരിക്കുന്ന മുറിയിൽ ചെന്നിരുന്ന് ഇത് ഓരോന്ന് എടുത്തെടുത്ത് ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ചുമ്മാ നോക്കും, വെറുതെ വായിക്കും. ഷേക്സ്പിയർ ഒരു വലിയ നാടകകൃത്താന്നൊക്കെ ബോധ്യം വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വസ്തു മനസ്സിലായില്ലെങ്കിലും മറ്റേ ഇത് ഒഥല്ലോയൊക്കെ എടുത്ത് വായിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്കപ്പോൾ ഒട്ടും മനസ്സിലാകുന്നില്ല ഡെസ്ഡിമോനെ എന്തുകൊണ്ടാണ് ഒഥല്ലോ കഴുത്ത് ചിരിച്ച് കൊന്നതെന്നുള്ള. കാരണം ഈ ജലസി എന്ന് പറയുന്നത്, മാരിറ്റൽ ജലസി എന്ന് പറയുന്ന കാര്യം 10-12 വയസ്സുള്ളപ്പോൾ മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ ആ ജിസ്റ്റ് വെച്ചോണ്ട് ഈ സംഗതികളെല്ലാം വായിച്ച് ഇങ്ങനെ പോകുന്ന ഓർമ്മയുണ്ട്. അപ്പോൾ അതൊരു ശക്തി തന്നെയായിരുന്നു. അപ്പം തന്നെ അതിൻ്റെ ഒരു ബേസ് ഉള്ളിൽ വന്നു. അത്യാവശ്യം അതൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് ഈ സിവിൽ സർവീസ് അനുഭവം എക്സാം എഴുതാൻ എത്ര പ്രാവശ്യം എഴുതേണ്ടി വന്നു? ഒറ്റവട്ടം, ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ, ത്രൂ ആൻഡ് ത്രൂ. ഞാനൊരു പ്രിലിംസ് അതിന് മുമ്പ് എഴുതിയായിരുന്നു. ഗൗരവമല്ലാതെ ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ പോയി എഴുതി. അത് ട്രിവാൻഡ്രത്ത് അതെനിക്ക് കിട്ടിയതുമില്ല. ഗൗരവമായിട്ട് അറ്റംപ്റ്റ് ചെയ്ത ആദ്യത്തെ വർഷം തന്നെ മൊത്തം പരീക്ഷയും പാസ്സായി. 98 ബാച്ച്. 97 പരീക്ഷയിൽ ഞാൻ ദേശീയ തലത്തിൽ 23ാമത്തെ റാങ്കുകാരനാണ്. 23 ആയിരുന്നു. എൻ്റെ ബാച്ചിൽ ഇപ്പോൾ ഞാൻ 11ാമനാണ് ഓർഡർ ഓഫ് മെറിറ്റിൽ. മനസ്സിലായി. അതെങ്ങനെ വരുന്നത്? അത് ഈ പരിശീലനം കഴിയുമ്പം വീണ്ടും ഒരു റാങ്കിങ് ഒന്ന് മാറും. പരിശീലനത്തിലുള്ള സ്കോർ വെച്ചുകൊണ്ട് ഒരു 10,000 മാർക്ക് വീണ്ടും അസസ് ചെയ്യും. പരീക്ഷയിലെ സ്കോർ നേരത്തെ കിട്ടിയത് കുറയാം. കുറയാം. 1ാം സ്ഥാനക്കാരൻ ഏറ്റവും അവസാനമാവുന്ന അവസരമുണ്ട്. ആണോ? അല്ല, അതനുസരിച്ചാണോ പിന്നെ നമ്മുടെ ഓൾ ഇന്ത്യ സീനിയോറിറ്റി അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സീനിയോറിറ്റി അല്ല, ഞാൻ പറഞ്ഞ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യണമല്ലോ, നമ്മളിപ്പോൾ കേഡർ വേണം. ആ പോളിസി ഓരോ സമയത്ത് മാറി വന്നുകൊണ്ടിരിക്കും. ഞങ്ങളുടെ സമയത്ത് ഫ്രീ ഫോർ ഓൾ പോളിസി ആയിരുന്നു. അതായത് കാൻഡിഡേറ്റ് സ്വന്തം സ്റ്റേറ്റ് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. കിട്ടുകയാണെങ്കിൽ സ്വന്തം സ്റ്റേറ്റ് വേണം. അതല്ലെന്നുണ്ടെങ്കിൽ റോസ്റ്റർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. A to Z ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. മധ്യപ്രദേശിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അടുത്ത N വെച്ച് തുടങ്ങും. അടുത്ത കൊല്ലം നാഗാലാൻഡിൽ ഫസ്റ്റ് ഓപ്പൺ വേക്കൻസി വരും. അയാളെ അങ്ങനെ ഓൾ ഇന്ത്യ റോസ്റ്ററിലാണ് ഞങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ ആ സിസ്റ്റം മാറി. ഇപ്പം എങ്ങനെയാണ് നമുക്കിപ്പോൾ സമീപസ്ഥ സംസ്ഥാനങ്ങൾക്ക് എന്തോ മെറിറ്റ് ഉണ്ട്, അത് തമ്മിലാണ് ചോയ്സ്.
ഓൺ സ്റ്റേറ്റ് നമുക്ക് എന്താ കിട്ടാനുള്ള വഴി? ഇതിൻ്റെ ടോട്ടൽ സംവിധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2:1 അങ്ങനെ ഒരു റേഷ്യോ ഉണ്ട്. അതായത് 3 വേക്കൻസി ഉണ്ടെങ്കിൽ ഇൻസൈഡർ ഔട്ട്സൈഡർ അല്ലെങ്കിൽ ഔട്ട്സൈഡർ ഇൻസൈഡർ, ഈ ഒരു റേഷ്യോയിലാണ് ഇത് ഓടുക. അപ്പോൾ 2 പുറത്തുനിന്നുള്ളവരെ സ്റ്റേറ്റ് എടുക്കുമ്പോഴേ ഒരു ഇൻസൈഡറെ എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അങ്ങനെ 3-ൽ 2 സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവരായിരിക്കും. അതിൻ്റെ ലക്ഷ്യം എന്താണ്? അല്ല, അതുകൊണ്ടല്ലേ ഓൾ ഇന്ത്യ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ യു പിയിൽ മൊത്തം UP ബീഹാർ ഹിന്ദി സ്പീക്കേഴ്സ് മാത്രം വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ഓൾ ഇന്ത്യ ക്യാരക്ടർ വരത്തില്ലല്ലോ. അപ്പോൾ അതാണ് എൻ്റെ പർപ്പസ്. അപ്പം കേരളത്തിൽ കേരള കേഡറിൽ തന്നെ കിട്ടുമെന്ന് ആ മെറിറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ നിർബന്ധമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അന്ന് ഞാൻ പിന്നെ ഇത് ജനറൽ മെറിറ്റിൽ ഓപ്പൺ വേക്കൻസി അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ജനറൽ മെറിറ്റിൽ ക്വാളിഫൈ ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് വേക്കൻസി തന്നു. ഈ സിവിൽ സർവീസിൽ ഒരു സ്പെഷ്യലിസ്റ്റ് എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തെങ്കിലും വിഷയം സ്പെഷ്യലൈസ് ചെയ്യണ്ടേ? നിർബന്ധമില്ല. പക്ഷേ ഒരുപാട് അതെ, 2 ഓപ്ഷണൽ പേപ്പർ ഉണ്ടല്ലോ. ഞാൻ സുവോളജി ആന്ത്രപ്പോളജി ആയിരുന്നു അന്ന് എഴുതിയത്. അത് പഠിച്ചതുകൊണ്ട് വെറ്ററിനറി സയൻസ്. പിന്നെ എൻ്റെ അമ്മ സുവോളജി പ്രൊഫസറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹോം ടർഫ് അഡ്വാൻറ്റേജ് ഉണ്ട്. അതും പുസ്തകമെല്ലാം വീട്ടിൽ ഇരിക്കുകയല്ലേ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒന്നും ഇല്ല, ആ ഭാഗത്തൊന്നും പോയിട്ടേ ഇല്ല. അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും പോയിട്ടില്ല. ഞാൻ സയൻസുകാരനാണ്. ആന്ത്രപ്പോളജി സുവോളജിയാണ് എടുത്തത്. അപ്പോൾ അതിൽ വിദഗ്ധരായിരിക്കും അതിൻ്റെ ചോദ്യവും മറ്റും വരുന്നത്. സബ്ജക്ട്സ് ഡീറ്റെയിൽ സിലബസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഇൻഡെപ്ത് ഉള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. മാത്രമല്ല ഞാൻ മാസ്റ്റേഴ്സ് ബയോടെക്നോളജിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ട്രെയിനിങ് എന്ന് പറയാമോ? ഈ പഠിക്കാനുള്ള അത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ IAS പ്രിപ്പറേഷൻ എന്ന് പറയാമോ? എങ്ങനെയാണിത്? കാരണം ഞാനിപ്പോൾ ഒരുപാട് പേരെ കാണാറുണ്ട്, അവരുടെയൊക്കെ ജീവിതം കുളമാവും. കാരണം ഇവർ IASന് വേണ്ടി 2-3 വർഷം കളയും. പക്ഷെ ഇവർക്കാർക്കും കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് അവർക്ക് മറ്റൊരു കരിയറിൻ്റെ സ്പേസ് പോകും, വർഷങ്ങൾ നഷ്ടപ്പെടും. അനേകം പേരുണ്ട്, മിടുക്കരാണ്. അവർക്ക് അതിന് ആ ഒരു പ്രശ്നത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഈ തിരുവനന്തപുരത്തൊക്കെ ഈ കുറംകോണത്തൊക്കെ ചെന്ന് ഒരുപാട് പിള്ളേരെ കാണാറുണ്ട്. ആ പിള്ളേർക്ക് വർഷങ്ങളോളം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവർക്ക് കിട്ടാറില്ല, വളരെ കുറച്ച് പേർ കിട്ടാറുള്ളൂ. അപ്പോൾ എന്താണ് ആ ഒരു പിള്ളേരെ എങ്ങനെയാണ് ഇത് ഈ കരിയർ നഷ്ടപ്പെടാതെ സിവിൽ സർവീസ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പരീക്ഷിച്ച് എങ്ങനെയാണ് ആ പ്രതിസന്ധി ഒന്ന് കൈകാര്യം? ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും. ഞാൻ പറയുന്നത് ഈ പരീക്ഷ ശരിക്കും ഒരു 3 അറ്റംപ്റ്റിൽ കൂടുതലൊന്നും എഴുതാൻ വರ್ತല്ല. കാരണം നമ്മളൊരു പ്രൊഫഷണൽ ഗ്രാജുവേറ്റ് ആണ്. നമുക്ക് നല്ലൊരു ഗവൺമെൻറ്റിന് പുറത്ത് വേറൊരു കരിയർ എടുക്കാവുന്നുണ്ടെങ്കിൽ പരമാവധി ഒരു 2 വട്ടം 3 വട്ടം. ഞാനൊക്കെ അതീവ ഭാഗ്യവാന്മാരാണ്. ഒരു കൊല്ലം പോലും നഷ്ടപ്പെടുത്താതെ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാഗും പെറുക്കിയാണ് എടുത്ത് കെട്ടിക്കൊണ്ടാണ് മസൂറി അക്കാഡമിയിലേക്ക് പോകുന്നത്. 24-ാമത്തെ വയസ്സിൽ പരീക്ഷ എഴുതുന്നു, 25-ൽ ഞാൻ സർവീസിൽ വരുന്നു, 25 ഇയേഴ്സ്. അപ്പം 37 കൊല്ലം വരെ സർവീസ് കിട്ടുന്ന ആൾക്കാർ എൻ്റെ ബാച്ചിലുണ്ട്. 22 വയസ്സ് 23-ാമത്തെ വയസ്സിൽ വന്ന കക്ഷികളുണ്ട്, ഡിഗ്രി കഴിഞ്ഞ ശേഷം തന്നെ. അതൊക്കെ ഓരോ ഭയങ്കര കോമ്പറ്റീറ്റീവ്നെസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണ്. ഇതിൽ ഞാൻ പറയുന്നത് 2-3 അറ്റംപ്റ്റിൽ കൂടുതൽ എഴുതാതിരിക്കുക. പിന്നെ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് നമ്മളുടെ ലിംഗ്വിസ്റ്റിക് സ്കിൽസ്, റീസണിങ് സ്കിൽസ് ഒന്ന് അസസ് ചെയ്തിട്ട് ഇതിനകത്ത് ഇറങ്ങുക. കാരണം ഒരു ഓൾ ഇന്ത്യ കോമ്പറ്റീഷനാണ്. ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇപ്പം മലയാളത്തിൽ താത്വികമായിട്ട് മലയാളത്തിൽ വേണം എല്ലാ പേപ്പറും എഴുതാം. പക്ഷേ അതിനൊക്കെ പരിമിതികളുണ്ട്. ഇപ്പോൾ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള സ്കില്ല് എബവ് ആവറേജ് അല്ലെങ്കിൽ ഇത് പരിശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. എഴുത്തിനൊരു ഒഴുക്കില്ലെങ്കിൽ, ഭാഷ ആവിഷ്കരിക്കാൻ ഒരു ഒഴുക്കില്ലെങ്കിൽ ഈ പരീക്ഷയിൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വല്ല സയൻസ് സബ്ജക്ട്സ്, മാത്സ്, ഫിസിക്സ് ഒക്കെ എടുത്ത് അതിനകത്ത് ഉസ്താദാണെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്ത് വരാം. എന്നാലും നമുക്ക് ജനറൽ എസ്സേ എഴുതണ്ടേ. അതുപോലെ പൊതുവിജ്ഞാന പേപ്പേഴ്സ്, ജനറൽ സ്റ്റഡീസ് 2 പേപ്പർ ഉണ്ടല്ലോ. അവിടെ എല്ലാം തന്നെ ഒരു കാര്യം ലളിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു കഴിവെന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. അത് അസസ് ചെയ്യുക. പിന്നെ വളരെ വൊറേഷ്യസ് ആയിട്ട് വായിക്കുന്ന ആൾക്കാരായിരിക്കണം. സബ്ജക്റ്റ് തന്നെയും, അതായത് പ്രിസ്ക്രൈബ് സിലബസിന് പുറത്തോട്ട് പോയി ജേർണലുകളൊക്കെ ഹണ്ട് ചെയ്ത് കാര്യങ്ങൾ. കാരണം ഇതൊരു മത്സര പരീക്ഷയല്ലേ. ഇപ്പോൾ സയൻസിൽ തന്നെ ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എഴുതാത്തത് നമ്മൾ എഴുതുമ്പോഴാണ് നമുക്ക് അഡ്വാൻറ്റേജ്, ക്രെഡിറ്റ്സ് കിട്ടുന്നത്. പിന്നെ അതിനകത്ത് കുറേ ഭാഗ്യമുണ്ട്. ഞാനെപ്പോഴും പിന്നെ ഓർക്കാറുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, എൻ്റെ അമ്മ സുവോളജിയുടെ പ്രൊഫസറായിരുന്നു ഇത്രയും വർഷം. ഒരുപാട് കുട്ടികളെ ഒരുപാട് പൊസിഷൻസിൽ എത്തിച്ച ആളാണ്. അപ്പോൾ ആ വിഷയം ഞാൻ അക്കാഡമിക്കായിട്ട് പഠിച്ചതല്ല, പക്ഷേ ഞാൻ താല്പര്യം കൊണ്ട് ആ വിഷയം എടുത്തു. അമ്മ എന്നെ കുറേയൊക്കെ ഇൻസ്ട്രക്റ്റ് ചെയ്തു, ഞാൻ ആ സബ്ജക്റ്റൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ രസം എന്ന് പറയുന്നത്, ഇതിൻ്റെ 1-ാമത്തെ പേപ്പർ എന്ന് പറയുന്നത് സുവോളജിയിലെ ഡെപ്ത് സിലബസാണ്. അത് സ്റ്റഡി ഓഫ് ഫൈല എന്നൊക്കെ പറയും. ഈ ഓരോരോ ജീവിജാലങ്ങളുടെ വൈവിധ്യം, ജന്തുജാല വൈവിധ്യം, അമീബ തൊട്ട് ബ്ലൂ വെയിൽ വരെ ഉള്ളതിൻ്റെ വൈവിധ്യമാണ്. അപ്പോൾ അത് ഓരോ ഭാഗ്യമെന്നാണ് പറയുന്നത്. കാരണം അമ്മ സ്ഥിരമായിട്ട് ഈ BSc ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നൊരു സബ്ജക്റ്റാണ് എവല്യൂഷൻ ഓഫ് ദ മമേലിയൻ ഹാർട്ട്. അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് പലപ്പോഴും ഞാൻ കേട്ടത്, ഞാനൊരു 10-20 വർഷം കേട്ടിട്ടുണ്ട് ഈ സബ്ജക്റ്റ്. ക്ലാസ്സിലെന്ന് മാത്രമല്ല, കുട്ടികൾ വീട്ടിൽ വരും സംശയം ചോദിക്കാനായിട്ട്. BSc കുട്ടികൾ വീട്ടിൽ വരും. അപ്പോൾ എവല്യൂഷൻ ഓഫ് ദ മമേലിയൻ ഹാർട്ട് അമ്മ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഫസ്റ്റ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ എടുത്ത് പഠിച്ചു, ഫസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ കിടക്കുന്നു ഇതാ, ട്രേസ് ദ എവല്യൂഷൻ ഓഫ് ദ മമേലിയൻ ഹാർട്ട്. ഇതാണ്. ഇതിനെനിക്ക് IASന് പഠിക്കേണ്ട കാര്യമില്ല. അമീബയുടെ വാക്യുലർ ഹാർട്ട് തൊട്ട് പിന്നെ ഹ്യൂമൻ ഹാർട്ട് വരെയുള്ള കമ്പാരിസൺ ഈ അമ്മ വരച്ചുകൊണ്ടിരിക്കുന്ന ആ ഹാർട്ടുകളുടെ ചിത്രം അടക്കമുള്ളത് നോക്കി ഞാൻ ഒരു ഫസ്റ്റ് ആൻസർ ഷീറ്റ് മുഴുവൻ ആൻസർ എഴുതി.
അപ്പം അതൊരു ഭാഗ്യമാണ്. ഇൻ ദാറ്റ് സെൻസ് സംതിങ് വിച്ച് അപ്പോൾ അതൊരു ഇങ്ങനെയുള്ള ഭാഗ്യം വന്നില്ല അതെ. ഘടകമായി. അപ്പോൾ ഞാൻ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഡൽഹിയിലാണ് പരീക്ഷ എഴുതിയത്. തിരിച്ച് വീട്ടിൽ വന്ന് അമ്മ സുവോളജിയുടെ 2 പേപ്പർ 1 പേപ്പർ 2 ക്വസ്റ്റ്യൻസ് നോക്കി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് ഈ ഒന്നാമത്തെ പേപ്പർ പിന്നെ BSc MSc സുവോളജി പഠിച്ചവർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. രണ്ടാമത്തെ പേപ്പർ സമയം ബയോടെക്നോളജിക്കാർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പേപ്പറിന് ഞാൻ 200 മീതെ സ്കോർ ചെയ്യും, ഒന്നെനിക്ക് സംശയമാണെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ എല്ലാം കണ്ടിട്ട് അമ്മ പറഞ്ഞു ഒന്നാമത്തെ പേപ്പറിന് റെക്കോർഡ് സ്കോർ ചെയ്യും, രണ്ടാമത്തെ പേപ്പറിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. ഏതാണ്ട് ഒരു 7-8 കൊല്ലം റെക്കോർഡായ ഒരു സ്കോറാണ് ഒന്നാമത്തെ പേപ്പറിന് കിട്ടിയത്. അത് ഇതാ ഫസ്റ്റ് പേപ്പർ അത് അമ്മ പഠിപ്പിച്ചിരുന്ന പേപ്പർ. അത് ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. അതെ. അല്ല, അപ്പം ഞാൻ ഒരു സംശയം കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട്, ഈ നമ്മളൊരു സിവിൽ സർവീസ് പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവർ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെക്കാതെ അവർ കരിയർ ഉണ്ടാക്കിയിട്ട് ആ കരിയറിൻ്റെ കൂടെ പഠിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഉദാഹരണത്തിന് തെറ്റില്ല. ഡോക്ടറാവുന്നു അല്ലെങ്കിൽ വക്കീലാവുന്നു, അതിനോടൊപ്പം പഠിക്കുന്നത്. അല്ലാതെ ഇവർ പെട്ടെന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് സിവിൽ സർവീസ് കോച്ചിങ് എന്ന് പറഞ്ഞ് പോകുന്നത് ശരിയാണോ? അല്ല, നമുക്ക് 2 ക്രൈറ്റീരിയയാണ്. ഇപ്പോൾ ഈ പഠിക്കുന്ന വിഷയം ഏതായാലും അതിൽ താല്പര്യം വേണം, എന്നാലേ നമുക്ക് കോമ്പറ്റേറ്റീവ് മെറിറ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം വെറ്ററിനറി സയൻസ് ആയാലും സുവോളജി ആയാലും മെഡിക്കൽ സയൻസ് ആയാലും എന്തിലായാലും നമ്മളതിനകത്തൊരു ടോപ്പർ അല്ലെങ്കിൽ ഒരു എബവ് ആവറേജ്. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാജുവേറ്റ് ഡിഗ്രിയിൽ ഞാൻ ആദ്യത്തെ 10 പേരിലുണ്ടെന്നേ പറയാൻ പറ്റും. വേറെ ഒരുപാട് പരിപാടിയായിട്ട് നടക്കുമായിരുന്നു. SFIയും പ്രസംഗ മത്സരവും, അറ്റൻഡൻസ് കുറവായിരുന്നു. എല്ലായിടത്തും പ്രസംഗിക്കാൻ പോകും, എസ്സേ എഴുതാൻ പോകും, എല്ലാ അവസരങ്ങൾ തേടി അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ യു കാൺട്ട് സേ. ബട്ട് ഏതായാലും കൊള്ളാം. ഭാഗ്യം എന്ന് പറഞ്ഞ മാതിരി പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എഴുതിയപ്പോഴും ഇന്ത്യയിലാകെ 4 സീറ്റുള്ള ഡിസിപ്ലിനി ഒരെണ്ണം എനിക്ക് കിട്ടി. അങ്ങനെ പിന്നെ അത് പഠിക്കാനായിട്ട് പോയി. അവിടെ ഒരു വലിയ സുഹൃത്ത് വലയമായി. പിന്നെ അത്യാവശ്യം ഫ്രണ്ട്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടീം അവിടെ ഉണ്ട്. വടക്കേ ഇന്ത്യയിൽ ഇതൊരു ഭയങ്കര ചടങ്ങാണല്ലോ, എല്ലാവരും പഠിക്കും ഇതിന്. UP ഭയങ്കര ക്രേസ് തന്നെയാണ്. രാജസ്ഥാനില്ല അങ്ങനെ. രാജസ്ഥാൻ അതെ, UP അതെ. അപ്പോൾ എന്നാൽ കൊള്ള ഇവന്മാരുടെ കൂടെ കൂടാന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പോഴേ പ്രിലിമിനറി ജയിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവിടെ കൂടി അതിനകത്തും കുറേ സപ്പോർട്ട് കിട്ടി. പിന്നെ ഡൽഹി കുറേ കോൺടാക്ട്സ് കിട്ടി. ആന്ത്രപ്പോളജി പഠിക്കാനായിട്ട് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വെയ്ദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ ശിഷ്യനായിട്ട് അവിടെ പോയി ഈ സെമസ്റ്റർ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ പോയി പഠിച്ചു. സെക്കൻഡ് സെമസ്റ്റർ ബ്രേക്ക് ചെയ്ത് അവിടെ പോയി പഠിച്ചു. അപ്പോൾ അതിൽ കൂടെ മെയിൻസിൽ നല്ല സ്കോർ കിട്ടി. ഇൻ്റർവ്യൂ നന്നായിരുന്നു. ഇൻ്റർവ്യൂവിന് 10-75% മാർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിനകത്ത് എത്തിപ്പെട്ടത്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ അനുഭവം ആരായിരുന്നു? ഇൻ്റർവ്യൂ സീനിയർ മരിച്ചുപോയി. അന്ന് BK ദേബ്ബർമൻ എന്ന് പറയുന്ന ഒരു ത്രിപുരക്കാരനായിട്ടുള്ള ഒരു പിന്നെ ചെയർമാനായിരുന്നു എൻ്റെ ബോർഡിൽ. ബാക്കിയൊക്കെ സീനിയർ ഗവൺമെൻറ് UPSCയുടെ അവർ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അല്ലേ? എപ്പോഴും ബോർഡിൻ്റെ ചെയർമാൻ ഒരു UPSC മെമ്പർ തന്നെ ആയിരിക്കും. അയാൾ ആ സിവിൽ സർവീസുകാരനായിരിക്കും? നിർബന്ധമില്ല. ചിലപ്പം മറ്റ് അക്കാഡമിക് സ്ട്രീമിൽ നിന്ന് വരുന്ന ആൾക്കാരും പ്രൊഫസർമാരും. അവിടെ ഒന്നും കറപ്ഷൻ ഒന്നും ഇല്ലല്ലേ? അവരൊക്കെ വളരെ പ്രയാസമായിരിക്കും. കാരണം ഇതൊരു ഈ പറയുന്ന പോലെ ടോട്ടൽ റോസ്റ്ററൈസേഷനാണ്. ആരേത് ബോർഡിൽ പോകുന്നതെന്നൊന്നും എല്ലാം ലോട്ടറിയാണ്. നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ആ ബോർഡ്സിൻ്റെ നമ്പേഴ്സ് എഴുതിയിട്ടിരിക്കുന്നത് അത് അസൈൻഡ് അല്ല. നമ്മൾ രാവിലെ ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോൾ അവർ ലോട്ട് എടുക്കാൻ പറയും. നമ്മൾ ലോട്ട് ഡ്രോ ചെയ്യുന്നത് നമ്മൾ 6 കിട്ടിയ 6ആം നമ്പർ ബോർഡ്, ഇത്രയേ ഉള്ളൂ. അങ്ങനെയാ? ഒരാളിനെ ഒരു ബോർഡിൻ്റെ മുമ്പിൽ വരുത്താൻ പറ്റില്ല. അത് നിങ്ങളുടെ ബന്ധുവാണെന്നുണ്ടെങ്കിൽ മാത്രമല്ല. അവർക്ക് വളരെ പിൽക്കാലത്ത് എന്നെ എനിക്ക് ഈ UPSCയുടെ അഡ്വൈസറായിട്ട് IASകാരെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കാനുള്ള അവസരം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ആ ലെറ്ററിൽ തന്നെ അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ഏതെങ്കിലും ബന്ധു ഈ പരീക്ഷയിൽ അപ്പിയർ ചെയ്യുന്നതായിട്ട് അറിവില്ലായ്മയോ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളത് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ അത് ഡിക്ലെയർ ചെയ്യുകയും ആ ബോർഡിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യണം. എന്തെങ്കിലും പരിചയമുള്ള ആളിനെ പോലും ആണെങ്കിൽ പങ്കെടുക്കാതിരിക്കണമെന്ന് അതിനകത്ത് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. യു ഹാവ് ടു ഡിക്ലെയർ യുവർ സെൽഫ്. അങ്ങനെയുള്ള സേഫ് ഗാർഡ്സ് ഒക്കെ ഉണ്ട് ആ പരീക്ഷയ്ക്ക്. ഇപ്പോഴും വിശ്വസിക്കാം. ആണല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ സിവിൽ സർവീസ് കിട്ടുന്നു. പിന്നെ എങ്ങനെയാ ട്രെയിനിങ് എന്ന് പറയാമോ അതിന് ശേഷം? സിവിൽ സർവീസ് ഞങ്ങളുടെ സമയത്തൊന്നും ഇപ്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. നമ്മൾ 98 മസൂറി മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്? അല്ലല്ല, മസൂറിയിൽ ഇൻഡക്ഷൻ ട്രെയിനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. എല്ലാവർക്കും അല്ല, പ്രധാനമായിട്ട് ഓൾ ഇന്ത്യ സർവീസ്. അത് IAS IPS IFS. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ലോട്ട് ഉണ്ടെങ്കിൽ ഒരു സർവീസും കൂടെ വരും, റവന്യൂ സർവീസ്. അങ്ങനെ ഏതെങ്കിലും ഒരു സർവീസ് ഉണ്ട്. കാരണം അവിടെ ഒരു സമയത്ത് 300-400 പേർക്ക് സീറ്റിംഗ് ഉള്ളൂ. അവരെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കും 3 മാസം. അതൊരു ഫൺ ആൻഡ് സോങ് കോഴ്സാണ്. ഒരു ഐസ് ബ്രേക്കിംഗ്, വ്യക്തിത്വം ഒന്ന് വികസിപ്പിക്കുക, ജനറൽ വാല്യൂസ് ഇൻ സിവിൽ സർവീസ്, ഒരു പൊതു സ്വഭാവമുള്ള കോഴ്സാണ്. അതിനുശേഷം പിന്നെ ഹിമാലയത്തിലൊരു ട്രെക്ക്, കുതിരസവാരി, ഇങ്ങനെയൊക്കെ കുറച്ച് പരിഷ്കരിയാക്കാനുള്ള പരിശ്രമങ്ങളാണ്. മാത്രമല്ല പിന്നെ ടൈ ഒക്കെ കെട്ടാൻ അറിയണുള്ളൂ. വളരെ റൂറൽ സ്കൂളുകളിൽ നിന്ന് ഒരു ടൈ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ വരും ഈ സർവീസ്. പിന്നെ ഹിന്ദി മാത്രം സംസാരിച്ച് വരും. ഹിന്ദി മീഡിയത്തിൽ എഴുതാവുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ഒട്ടും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ വരും. പിന്നെ ഞാൻ മസൂറിയിൽ വർക്ക് ചെയ്തല്ലോ. അപ്പോൾ ഈ 100-300 കുട്ടികൾ വരുന്ന ഒരു ഭയങ്കര വേരിയേഷനാണ്.
വളരെ സൊഫിസ്റ്റിക്കേഷൻ വരെ സെയിൻറ്റ് സ്റ്റീഫൻസിൽ നിന്നും വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോളേജുകളിൽ നിന്ന് വരുന്ന ആൾക്കാരും ഉണ്ട്. സിറ്റിയിൽ നിന്ന് വരുന്നവരും വല്ല ബേരാംപൂരിൽ നിന്ന് വരുന്ന ആളും തമ്മിൽ വലിയ വ്യത്യാസം കാണുമല്ലോ. അപ്പോൾ ഇവരെ ഒന്ന് ലെവൽ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതിനാവശ്യമുള്ള സ്കിൽസ്, പിന്നെ സോഷ്യൽ എറ്റിക്വറ്റ്സ്, ചിലർക്കൊന്നും വളരെ ഗ്രാമീണ തലത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് സത്യം കത്തിയും മുള്ളും പിടിക്കാൻ അറിയാത്ത ആൾക്കാർ വരെ വരും. IPS കിട്ടി വരുന്നത് എല്ലാം റൂറൽ ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്തൊക്കെ വൈജാത്യമാർന്ന സംവിധാനങ്ങളും ക്രൈസിസും അതിനകത്ത് റൈസ് ചെയ്ത് വരുന്നത് കണ്ട. മാത്രമല്ല ഇതില്ല ലോട്ടറി അടിച്ച പോലാണല്ലോ വരുന്നത്. ഇപ്പോൾ ഒരു പോസ്റ്റ് മാസ്റ്ററുടെ മകൻ അല്ലെങ്കിൽ ഒരു ബാങ്കിലെ ക്ലാർക്കായിട്ടിരിക്കുന്ന ആൾ വളരെ ചെറിയൊരു സ്ഥലത്ത് വളരെ ചെറിയ ഒരു ഉൾനാടൻ പട്ടണത്തിൽ നിന്ന് IAS അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞിങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ ഓളത്തിലാണ് ഇവർ വരുന്നത്. ഇവരെ ഒന്ന് നോർമലൈസ് ചെയ്യേണ്ടി വരും. എന്നാലും ശരിയാകത്തില്ല. കാരണം ഇവരെല്ലാം നാട്ടിൽ പൂജയെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന കാരണം ഇവരെ ട്രെയിനിങ്ങിന് ഉപയുക്തരാകത്തില്ല. ട്രെയിനിങ് ഇച്ചിരി കടുപ്പമുള്ള കാര്യമാണ്. ആണോ? അപ്പോൾ ഫിസിക്കൽ കണ്ടീഷനിങ് വേണം. ഓടിക്കും ചാടിക്കും അങ്ങനെ ഭയങ്കര ഫിസിക്കൽ ഫൗണ്ടേഷൻ കോഴ്സിലെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫിസിക്കൽ കണ്ടീഷനിങ് നെസസറി ആക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ വലിയ കോമ്പറ്റീഷൻ ഗ്രേഡ് ഒന്നും അല്ല. പക്ഷേ വെയിറ്റ് കുറയ്ക്കുക, ട്രിം ചെയ്യുക, ബേസിക് പരേഡ്, ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും വളരെ സ്ട്രിക്റ്റ് ആണ്. ആ ഡിസിപ്ലിൻ അതിൻ്റെ അകത്ത് അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. ആണല്ലേ? അപ്പോൾ പിന്നെ എല്ലാ സൗകര്യമുണ്ട്. നീന്തൽക്കുളം വരെ ഉണ്ട്. ഞങ്ങൾക്ക് അന്ന് 98 നീന്തൽക്കുളമൊന്നുമില്ല. ഇപ്പം ഞാൻ സീനിയർ ലെവൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ ഹീറ്റഡ് സ്വിമ്മിംഗ് പൂൾ വരെ ഉണ്ട്. ഒരു ചെറു പട്ടണം തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് മസൂറിൽ. സത്യത്തിൽ പോയി അവിടെ എങ്ങനെ യാത്ര ചെയ്യുന്നെങ്കിൽ ഒന്ന് പോയി കാണേണ്ടതാണ്. അതിന് പറ്റും, കാണാൻ പറ്റും. പിന്നെ വിസിറ്റേഴ്സിനെ നേരത്തെ ഒരു അനുമതി എടുക്കണമെന്നേ ഉള്ളൂ. നമുക്കൊരു നല്ല റൂം ഉണ്ടാവും താമസിക്കാൻ അവിടെ എല്ലാവർക്കും. ഇൻഡിവിജ്വൽ ഫൗണ്ടേഷൻ കോഴ്സ് വരുമ്പം 2 പേര് കാണും. പിന്നെ സിംഗിൾ റൂം തരും. നല്ലപോലെ ട്രീറ്റ് ചെയ്യും അവർ, കുഴപ്പമൊന്നുമില്ല. ഈ കാലഘട്ടത്തിൽ ഈ ഭാഷാ ട്രെയിനിങ് ഉണ്ടാവും. കാരണം ഓൾ ഇന്ത്യ സർവീസുകാർ എപ്പോഴും പുതിയ ഇതിലുണ്ട്. ഇപ്പം നമുക്കൊക്കെ ഹിന്ദി എടുക്കണം. ഹിന്ദി എന്ന് പറയുമ്പോൾ ഹിന്ദി ലാംഗ്വേജ്, ഇപ്പം ഞാൻ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് പിന്നെ എടുത്ത് പഠിച്ച ആളാണ് സ്കൂളിലും +2 ഒക്കെ. പക്ഷെ അത് പോരാ. ഈ രാജഭാഷ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കടുപ്പമാണ്. രാജഭാഷ മീൻസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇപ്പം മഹാമഹിം എന്ന് രാഷ്ട്രപതിയെ അഭിസംബോധന ചെയ്യണമെന്നൊക്കെ അവിടെ നിന്നാണ് പഠിക്കുന്നത്. അപ്പം അതിനുണ്ടല്ലോ ഇപ്പം നിങ്ങൾ ഏതാണ്ട് അടുത്ത സംസ്കൃത് പോലെ ഇരിക്കും. മനസ്സിലായി. അതറിഞ്ഞാലേ നമുക്ക് ഡൽഹി ചെന്ന് ഫയൽ നോക്കാൻ പറ്റുള്ളൂ. ഡൽഹിയിൽ ഫയൽ ഇംഗ്ലീഷിലല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ കേരള കേഡറിലേക്ക് വരുന്ന ഒരു ബീഹാറി അയാൾ മലയാളം പഠിക്കണം. തിരിച്ച് റിവേഴ്സിൽ മലയാളം പഠിക്കണം. വലിയ പാടല്ലേ? നല്ല പാടാണ്. കേഡറിൽ അലോട്ട് ചെയ്ത ഭാഷ പഠിക്കണം. ഏതാണ് നമുക്ക് നമ്മുടെ ചോയ്സും അല്ലല്ലോ ഇത് വരാൻ. ഇല്ല, ചോയ്സ് അല്ല. കിട്ടുന്ന സ്റ്റേറ്റിൻ്റെ ഭാഷ പഠിക്കണം. മാത്രമല്ല സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ അവിടുത്തെ PSC ലാംഗ്വേജ് ടെസ്റ്റ് നടത്തും. ജയിക്കുകയും വേണം. കേരള PSC. അതെ. ഇപ്പം കേരളത്തിന് പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ഇവിടെ ടെസ്റ്റ് ചെയ്യിച്ചാലേ ആദ്യത്തെ ഇൻക്രിമെൻറ്റ് കിട്ടത്തുള്ളൂ. വലിയ പണിയാണ്. അതിന് ഇൻ്റർവ്യൂ അടക്കമുണ്ട്. ഇൻ്റർവ്യൂവിൽ പിന്നെ സാധാരണ PSC മെമ്പേഴ്സ് ഇവരുടെ അടുത്ത് ഒരു 5 മിനിറ്റ് എന്തെങ്കിലും പ്രസംഗിക്കാൻ പറയും മലയാളത്തിൽ. ഇതൊക്കെ പറയേണ്ടി വരും. അതെ, വിട്ടുവീഴ്ചയുമായിരിക്കും അല്ലേ? അങ്ങനെ തോൽക്കുന്ന കേസുണ്ട്. അതെ, ഇതെല്ലാം ടെസ്റ്റ് പാസ്സാവണമല്ലോ. അതായത് കേരള സർവീസിൽ കേരളത്തിൽ നിൽക്കുമ്പോൾ വേണ്ടതായിട്ടുള്ള KSR, ഈ സ്റ്റേറ്റ് കോഡുകൾ, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, പിന്നെ എവിഡൻസ് ആക്ട്, മജിസ്ട്രേറ്റായിട്ട് വർക്ക് ചെയ്യുകയും ക്രമസമാധാനത്തിൽ വർക്ക് ചെയ്യുകയും ആക്ടുകളെല്ലാം പഠിക്കണമല്ലോ. പിന്നെ ലാൻഡ് സംബന്ധമായ കോഡ്, കൺസർവൻസി ആക്ട്, എല്ലാം പഠിക്കണം. ആ സാധനം എല്ലാം വേണം. അങ്ങനെ അതിന് പ്രിസ്ക്രിപ്ഷൻ സിലബസ് ഉണ്ട്. ചിലതൊക്കെ മദ്രാസ് സംസ്ഥാനം ഇഷ്യൂ ചെയ്ത സംഗതി, അതിപ്പോഴും പഠിക്കണം. ഇതെല്ലാം പഠിച്ച് ഓപ്പൺ ബുക്ക് എക്സാമാണ്. എല്ലാ ആക്ടുകളും അവിടെ കൊണ്ട് വയ്ക്കാം. പക്ഷെ ചോദ്യം അത്ര കടുകട്ടിയായിരിക്കും. കാരണം ആക്ട് കയ്യിലുണ്ടെങ്കിൽ പോലും ഇത് എഴുതണ്ടേ. ഈ ഓപ്പൺ ബുക്കാണ് കുഴപ്പം. ഓപ്പൺ ബുക്ക് വലിയ പ്രശ്നമാണ്. അതാണ് കുഴപ്പം. അങ്ങനെ ട്രെയിനിങ്ങിന് ശേഷം എവിടെയായിരുന്നു ആദ്യത്തെ നിയമനം? ഞാൻ ഒറ്റപ്പാലം സബ് കളക്ടറായിട്ടാണ് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ്. അവിടെ ഒരു 7-8 മാസമേ നിന്നുള്ളൂ. കൊല്ലത്തേക്ക് മാറ്റി. അങ്ങനെ ആ 2 കൊല്ലവും ഒറ്റപ്പാലമായിട്ടാണ് ഞാൻ 2 കൊല്ലത്തോളം. കൊല്ലത്ത് കിട്ടി. കൊല്ലത്ത്. അപ്പോൾ ഈ കൊല്ലത്ത് തരാൻ ആരെ കരുണ കാണിച്ചത്? അന്ന് മാണി സാറാണ് മിനിസ്റ്റർ. അപ്പോൾ എൻ്റെ മാരേജ് കഴിഞ്ഞു. വൈഫ് ഇവിടെ ടെക്നോ പാർക്കിൽ ജീവനക്കാരിയായിരുന്നു. ഒറ്റപ്പാലം വർക്കൗട്ട് ചെയ്യില്ലല്ലോ. പ്രണയം ആയിരുന്നു അതോ? അല്ല, ഞങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ അറിയാമായിരുന്നു. അപ്പം എൻ്റെ അമ്മ പഠിപ്പിച്ചിരുന്ന കോളേജിൽ തന്നെയായിരുന്നു പ്രീതിയുടെ പിന്നെ ആൻറ്റി പഠിപ്പിച്ചിരുന്നത്, അതായത് വലിയമ്മ. അപ്പോൾ അങ്ങനെയുള്ള പരിചയത്തിൽ നിന്ന് വന്നൊരു റിക്വസ്റ്റ് ചെയ്തു. ഞാൻ റിക്വസ്റ്റ് ചെയ്തു. വൈഫ് പ്രഗ്നൻ്റ് ആയി ആ സമയത്ത്. അപ്പോൾ എനിക്ക് ഒറ്റപ്പാലത്ത് നിന്നുകൊണ്ട് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് പിന്നെ എനിക്ക് സാർ കൊല്ലത്തേക്ക് തന്നു. തിരുവനന്തപുരം തരാൻ പറ്റിയില്ല. പിന്നെ കൊല്ലത്തേക്ക് തന്നു. വൈഫിന് തിരുവനന്തപുരം ആണല്ലോ. ഇവിടെ ടെക്നോ പാർക്കിലല്ലേ വർക്ക് ചെയ്തു. അപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ വൈകാതെ വന്നു. അവിടെ ഒരു വർഷത്തിൽ പരം പോയി. അപ്പോഴേക്കും പിന്നെ എന്നെ ഇങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തു. ആ സമയത്തെ പൊളിറ്റിക്കൽ പ്രഷറുകളൊക്കെ ആരംഭിച്ചില്ല. അന്ന് അങ്ങനെ പ്രയാസമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് ഞാൻ വർക്ക് ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പറയത്തക്ക സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചില ഒഫീഷ്യൽ റണ്ണിൻസ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില പോലീസ് മർദ്ദനം, ചില ഇൻക്വസ്റ്റുകൾ, അതൊക്കെ ഓർമ്മയുണ്ട്. ഇവിടെ എഴുതാൻ പറ്റിയ സംഗതി അന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് ഡയറി എഴുതി വയ്ക്കുമായിരുന്നു ഈ പ്രൊബേഷൻ ഇനിഷ്യൽ ഇയേഴ്സിൽ. പിന്നെ ആ ശീലം പോയി. ഇപ്പോൾ ആ പ്രൊബേഷൻ കാലത്തെ ഡയറി ഞാനൊന്ന് എടുത്ത് ഒന്നുകൂടെ ഒന്ന് വായിച്ചു. ചിരിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ ആ ചെറിയ പ്രായത്തിൽ 25 വയസ്സിൽ കണ്ടത് ഇപ്പം നമ്മൾ
28 കൊല്ലം കഴിഞ്ഞ് അത് റീവിസിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴായിരുന്നെങ്കിൽ നമ്മൾ വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തതിനെന്ന് തോന്നുന്നു. പ്രായത്തിന്റെ പ്രായത്തിൻ്റെ പിന്നെ എങ്ങനെ പ്രൊമോഷൻ പിന്നെ എടുത്ത പിന്നെ ഞാൻ ഇവിടെ വരുന്നത് ജലനിധി പ്രോജക്ട് Director ഡയറക്ടറായിട്ട് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്. വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് ആയിരുന്നു. ഈ സബ് കളക്ടറിൽ നിന്ന് പിന്നെ പ്രൊമോഷൻ സാധാരണഗതിയിൽ കേരളത്തിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആക്കും. ആണോ? വരിക ഡയറക്ടറായിട്ട് ഏതെങ്കിലും 2 വകുപ്പിൽ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് വയ്ക്കും, വലിയ വകുപ്പുകൾ. കളക്ടർ ആയത് എപ്പോഴാണ്? ഞാൻ കളക്ടറായിട്ട് എനിക്ക് തോന്നുന്നു 5 മാസമേ ഞാൻ വർക്ക് ചെയ്തുള്ളൂ പത്തനംതിട്ട. അതെന്താ വെച്ചാൽ ഏത് വർഷമായിരുന്നു അത്? ദാറ്റ് ഷുഡ് ബി 2006 ആദ്യം. അപ്പോൾ എന്താ വെച്ചാൽ 2006 VS അച്യുതാനന്ദൻ ജയിച്ച ഇലക്ഷൻ ഉണ്ടല്ലോ. അതെ. ആ സമയത്ത് പത്തനംതിട്ട ഇരുന്ന കളക്ടറെ മാറ്റണമെന്ന് പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. അപ്പോൾ പകരമായിട്ട് എന്നെ അങ്ങോട്ട് എന്നങ്ങ് വയ്ക്കുക ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്നെ മസൂറിയിലെ അക്കാഡമിയിൽ ഫാക്കൽറ്റി ആയിട്ട് നിയോഗിക്കാനുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ അന്നേരം ഫോം ചെയ്തുകൊണ്ടിരിക്കുക സെൻട്രൽ ഗവൺമെൻറ്റിൽ. അപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി VS ചുമതലയേറ്റു. അപ്പോൾ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പത്തനംതിട്ട തുടരാം എന്നുള്ളത്. പക്ഷേ ആ സ്റ്റേജിൽ ഞാൻ തീരുമാനിച്ചു മസൂറിക്ക് പോവാം. കാരണം അന്നത്തെ ഡയറക്ടർ എന്നെ താല്പര്യപൂർവ്വം വിളിക്കുകയായിരുന്നു പഠിപ്പിക്കാനായിട്ട്, ഫാക്കൽറ്റിയായിട്ട്. അതും എനിക്ക് അന്ന് 2006 എന്ന് പറയുമ്പോൾ 8 കൊല്ലം സർവീസേ ഉള്ളൂ. സാധാരണ 13 കൊല്ലമെങ്കിലും ആവാതെ അവർ എടുക്കത്തില്ല മസൂറിയിൽ ട്രെയിനറായിട്ട് എടുക്കത്തില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അതൊരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ മസൂറിൽ പോയി. എത്ര കാലം? 3 വർഷം. അപ്പോൾ കളക്ടറിൻ്റെ പീരീഡ് കഴിഞ്ഞു പോയി. അപ്പോഴേക്കും കളക്ടറിൽ നിന്നും പ്രൊമോഷനായി. പ്രൊമോഷൻ അല്ലെങ്കിലും കളക്ടർഷിപ്പിൻ്റെ സമയം ഞാൻ ആക്ച്വലി അധ്യാപകനായിരുന്നു. പക്ഷേ കളക്ടറല്ലേ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും അങ്ങനെ കാണുന്നവരുണ്ട്. കളക്ടർഷിപ്പ് വളരെ പ്രധാന. പ്രശാന്തൊക്കെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നതാണ് പറയുന്നത്. കളക്ടർ ആകാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങി. ഈ കളക്ടറെ കണ്ടും കൊണ്ടാണ് പലരും ഈ പരീക്ഷ എഴുതുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ സാധ്യതകളുള്ള ഒരു ലീഡർഷിപ്പ് പൊസിഷനാണ്. പക്ഷേ നോട്ട് നെസസറിലി. കാരണം എനിക്ക് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ജലനിധിയുടെ കേരളത്തിലെ വളർച്ചയിൽ ഞാൻ സെക്കൻഡ് പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു. ഞാൻ എപ്പോഴും ഇൻ ദ സെൻസ് ഈ കളക്ടർ എന്ന് പറയുന്ന ഒരു ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റവന്യൂ ഫംഗ്ഷണറിയാണ്. ഭയങ്കരമായിട്ട് ഇൻ്റലക്ച്വലി സാറ്റിസ്ഫൈങ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. കാരണം അവിടെ വരുന്ന എല്ലാ ഫയലിലും എന്ത് ചെയ്യണമെന്നുള്ളത് ഫയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. അല്ല എന്നാലും അതൊരു ഒരുപാട് മനുഷ്യരെ സഹായിക്കാനൊക്കെ പറ്റും. ഇൻ ദ സെൻസ് അതിനൊന്നും എനിക്ക് സംശയമില്ല. ഞാൻ കുറച്ച് കാണുന്നില്ല. കളക്ടർഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിർഭാഗ്യവശാൽ എൻ്റെ എല്ലാ ദൗത്യങ്ങളും ടെക്നിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നോക്രാറ്റിക് ആയിട്ടുള്ള ഡിസിപ്ലിൻസിലാണ് ഞാൻ ചെന്ന് ചാടിയത് മൊത്തം. ഇപ്പം ജലവിഭവ വകുപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ വിഷയത്തോട് ഭയങ്കരമായ താല്പര്യമായി. ജലനിധിയിൽ 4 കൊല്ലം ഇരുന്നു അവിടെ. 4 വർഷം. അതിൻ്റെ പശ്ചാത്തലം എന്താണ് അങ്ങനെ താല്പര്യം ഉണ്ടാകാൻ കാര്യം? അല്ല, ആ സബ്ജക്റ്റ് കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഞാൻ 3-ാം വർഷം സർക്കാരിൻ്റെ അനുമതി വാങ്ങിയിട്ട് ലണ്ടനിൽ പോയി MSc ചെയ്തു വാട്ടർ സയൻസിലും മാനേജ്മെൻറ്റിലും. ഈ ഇൻട്രസ്റ്റ് അപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് തിരിച്ചു വരുമ്പോൾ എന്നെ ജലവിഭവ വകുപ്പിൽ തുടർന്ന് കുറേ പ്രധാന പോസ്റ്റുകൾ തന്നു. ഞാൻ എങ്ങനെ ഇന്ത്യയുടെ ജലവിഭവ വകുപ്പ് സെക്രട്ടറി ആയിട്ടൊക്കെ പിന്നീട് ഉയരുമെന്നാണ് ധാരണ എന്ന് പറഞ്ഞു. രസം എന്താണെന്നറിയാമോ? ആ ഡിഗ്രിയായിട്ട് തിരിച്ച് സർവീസ് വന്നേ പിന്നെ ഒരു ദിവസം പിന്നെ എന്നെ ജലവിഭവ വകുപ്പിൻ്റെ സെക്രട്ടറി ആക്കുന്നുണ്ട് വളരെ. പിന്നെ 2010 തിരിച്ചു വന്നപ്പോൾ നേരെ പിന്നെ മൃഗസംരക്ഷണ കൃഷി ഇതിലോട്ടൊക്കെ അങ്ങ് മാറ്റി. അങ്ങനെ കൃഷിയിലോട്ടങ്ങ് ഡിഗ്രി വെച്ച് നോക്കിയായിട്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ഫേറ്റ് ഈ സർവീസിൽ എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മുടെ താല്പര്യത്തിൽ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പ്ലാൻ ചെയ്തെല്ലാം ഞാനിത് പഠിച്ചിട്ട് വന്നതാണ്, എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൂടാ. അല്ല, അത് ആനിമൽ ഹസ്ബൻഡറിയിലോട്ട് എന്നെ ഗൗരിയമ്മ എടുത്തുകൊണ്ട് പോയത് എനിക്കിത് ഡിഗ്രി ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണ്. പക്ഷേ ഇൻ ദ സെൻസ് അതെനിക്ക് വലിയ ഗുണം ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു. പക്ഷേ ഇൻ ദാറ്റ് സെൻസ് അത് വലുതായിട്ട്, കാരണം അപ്പോഴെല്ലാം തന്നെ ഈ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ടെക്നിക്കൽ വെർട്ടിക്കൽസിലോട്ട് ഇടാനായിരുന്നു താല്പര്യം. പിന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് കളക്ടർ ആവണമെന്ന് ചോദിച്ച പോലുമില്ല. എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. ഈ മസൂറി അസൈൻമെൻറ്റ് കഴിഞ്ഞപ്പോൾ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൽ ഞാൻ പ്രൊഫസർ KV തോമസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി, ഡയറക്ടർ റാങ്കിൽ. അദ്ദേഹം അന്ന് കേന്ദ്ര കൃഷിമന്ത്രിയാണ്. അതൊരു യാദൃശ്ചികത്വമാണ്. അദ്ദേഹത്തിന് എൻ്റെ ട്രെയിനിങ്ങിൽ എന്നെ ട്രെയിൻ ചെയ്ത കളക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയായപ്പോൾ ഇദ്ദേഹത്തെ അവിടെ വെക്കണമെന്ന് വെച്ചു. പക്ഷേ കേന്ദ്ര സർക്കാർ എന്തോ ഉടക്ക് പറഞ്ഞു, ഇദ്ദേഹം ജോയിൻറ്റ് സെക്രട്ടറി ആയിപ്പോയി, അതുകൊണ്ട് ഇദ്ദേഹത്തിന് പറ്റില്ല, കുറച്ച് ജൂനിയർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ മസൂറിയിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങളൊന്ന് വന്നിട്ട് ഈ ചുമതല എടുക്കാൻ പറഞ്ഞു. ഇദ്ദേഹം തന്നെ KV അല്ല, അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രൈവറ്റ് സെക്രട്ടറി. അദ്ദേഹം എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ട് ഇയാൾ നന്നാവും, അതുകൊണ്ട് ഇയാളെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ KVയുടെ കൂടെ 1.5 വർഷം 2009 അവസാനവും 2010 അവിടെയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല, വളരെ എഫക്റ്റീവ് ആയിരുന്നല്ലോ. ഞാൻ മേനി പറയല്ല, പക്ഷേ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ ഒരു 13-14 മാസം ജോലി ചെയ്തപ്പോഴേക്കും അദ്ദേഹത്തിന് അവിടെ ഇൻഡിപെൻഡൻറ്റ് ചാർജ് കൊടുത്തല്ലോ 2009. ഈ ഭക്ഷ്യ പൊതുഭരണ വകുപ്പ് എന്ന് പറയുന്നത് അന്നായിരുന്നല്ലോ ഈ ഭക്ഷ്യാവകാശ നിയമം കൊണ്ടുവരുന്നത്. അതിൻ്റെ ഡ്രാഫ്റ്റ് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് KV തോമസ് സാറിന് ആ ലിഫ്റ്റ് കിട്ടുന്നത്.
ആ ടീമിൽ ഞങ്ങളുണ്ടായിരുന്നു. അന്ന് നാക്ക് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ, സോണിയാഗാന്ധി ചെയർമാനായിട്ട്. അതിൻ്റെ ഒരു മെമ്പറുണ്ട്, മിസ്റ്റർ രാജു. അത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവാണ്, റിട്ടയർഡ് IAS ഓഫീസറാണ്. അപ്പോൾ അവരാണ് ആദ്യം എന്നെ നാക്കിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഭക്ഷ്യാവകാശ നിയമത്തിൻ്റെ കരട് ഇതാണ് നിങ്ങൾ നടപ്പിലാക്കേണ്ടതെന്ന് പറഞ്ഞ് ശുപാർശ എൻ്റെ തരുന്നത്. ആ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് വരുന്നത്. അതിൽ മാറ്റം വരുത്തിയോ? ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. കാരണം 13-ലാണല്ലോ ആക്ട് ആയത്. അപ്പോൾ ഇന്ത്യ സർക്കാരിൻ്റെ അകത്താണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇന്ത്യ സർക്കാർ കേരള സർക്കാരിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ളൊരു സംഗതിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ സർക്കാരിൻ്റെ മുമ്പിൽ ജനമില്ല. നിങ്ങൾക്കൊരു പെറ്റീഷൻ പിടിച്ചുകൊണ്ട് ചെന്ന് പ്രൈം മിനിസ്റ്റർ അടുത്തോ കൃഷിഭവനിലോ ഒന്നും കാണാൻ പറ്റില്ല. എന്ത് കാര്യവും അവിടെ ഒരു നിവേദനം കൊടുക്കണമെങ്കിൽ മിനിമം ഒരു MP ആയിരിക്കണം. അത് നാം കെ വാസ്ത ഇപ്പോൾ ഒരാളിന് കയറി ചെന്നൊരു പെറ്റീഷനൊക്കെ എഴുതി കൊടുക്കുക, അതിൻ്റെ ഫെയ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു MP എങ്കിലും ചാമ്പ്യൻ ചെയ്യാത്തൊരു കാര്യത്തിന് അവർക്ക് വലിയ ഇൻട്രസ്റ്റ് അതിനകത്ത് വരത്തില്ല. കാരണം അങ്ങനെയാണല്ലോ ഇത്. മാത്രമല്ല 28 സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, യു ടി അവരുടെ കീഴിൽ തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ പ്രഷേഴ്സ്, കേന്ദ്ര ഭക്ഷ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 5 മുഖ്യമന്ത്രിമാർ എല്ലാ ദിവസവും അദ്ദേഹത്തിന് ഓരോന്ന് പറഞ്ഞിങ്ങനെ അന്ന് നിങ്ങൾ ഓർക്കണം, ഇപ്പോഴത്തെ 2009 നരേന്ദ്രമോദി ഗുജറാത്ത് ചീഫ് മിനിസ്റ്ററാണ്. നരേന്ദ്രമോദി ഭക്ഷ്യമന്ത്രിയോട് സമയം ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രാലയത്തിന് തീ പിടിക്കും. കാരണം ആ വരുന്ന അമ്മാതിരി ഒരു ടു ഡു ലിസ്റ്റുമായിട്ടായിരിക്കും, മീറ്റിംഗ്സ് അൺപ്ലസൻറ്റും ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞ് കണിശമായിട്ട്. അന്ന് ശരത് പവാറാണ് സീനിയർ മിനിസ്റ്റർ. ഇദ്ദേഹത്തിൻ്റെ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരെയും സെക്രട്ടറീസിനെ വിളിച്ച് പറയും, അവോയ്ഡ് ദ വിസിറ്റ്, ഡു വാട്ട് ഹി വാണ്ട്സ്. അങ്ങനെ വളരെ ബിസിനസ്സിലേക്കല്ലേ കാര്യം. ഒരു സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ നിവേദനവുമായിട്ട് മന്ത്രാലയത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ലല്ലോ. പ്രത്യേകിച്ച് റൂളിംഗ് പാർട്ടീൻ്റെ ആളാണെങ്കിൽ. കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ വരിക എന്ന് പറഞ്ഞാൽ അവർ ആവശ്യങ്ങൾ അത്ര മൃദുവായിട്ടൊന്നും പറയത്തില്ല. സെൻട്രൽ മിനിസ്റ്ററായിട്ട് ഇരിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. മനസ്സിലായി. 2 ലക്ഷം കോടിയുടെ ബജറ്റുള്ള വലിയ വകുപ്പാണ് ഭക്ഷ്യവകുപ്പ്. പക്ഷെ അതിനകത്ത് ലിമിറ്റേഷൻസ് ഇല്ലേ. മാത്രമല്ല പ്രഷേഴ്സ് വിൽ ബി വെരി ഹൈ. അല്ല, മോദി വരുമ്പോഴത്തെ അനുഭവം എന്ന് പറഞ്ഞേ. നല്ല മീറ്റിംഗ്സും കണ്ടിട്ടുണ്ട്, വഴക്കിട്ട് പിരിയുന്നതും കണ്ടിട്ടുണ്ട്. പ്രണബ് മുഖർജിയുമായിട്ടൊക്കെ നല്ല വാക്സമരങ്ങൾ. ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ബില്ലിൻ്റെ തന്നെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കൺസൾട്ടേഷനിൽ വലിയ അടിയുണ്ടായി. ഇൻ ദ സെൻസ് അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണല്ലോ. അദ്ദേഹം വളരെ സോഫ്റ്റ് സ്പോക്കണും വളരെ അദ്ദേഹം ആരോടും മറുത്ത് ഒരു വാക്കും പറയത്തില്ല. ഇപ്പോൾ അന്നൊരു കുറച്ചുകൂടെ അക്കാദമിക് മൈൻഡുള്ളൊരു ഗ്രേറ്റ് പ്ലഷർ ടു വർക്ക് വിത്ത്. നമ്മൾ ഒന്നു വെച്ചാൽ ഒരു വലിപ്പച്ചെറുപ്പമില്ലാതെ ഇടപെടും. അപ്പം ഞാനിപ്പോൾ ഇച്ചിരി അഭിപ്രായം പറയുന്ന കൂട്ടത്തിലാണ്. ഈ പ്രൈം മിനിസ്റ്ററോടൊക്കെ നമുക്ക് അഭിപ്രായം പറയാൻ ചാൻസ് ഉണ്ടോ? വളരെയധികം സംസാരിച്ചിരുന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡിയസ് മൈൻഡ് ഉണ്ടെന്ന് കണ്ട് അദ്ദേഹം എൻകറേജ് ചെയ്യാൻ തുടങ്ങും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് മൊണ്ടേക് സിംഗ് അലുവാലിയായിരുന്നു. മൊണ്ടേക് സിംഗ് അലുവാലിയ ഒരു ഫസ്റ്റ് റേറ്റ് അക്കാഡമിക്കാണ്. ഇപ്പോഴും അതെ, റിസർവ് ബാങ്ക് ഗവർണർ, അതിൽ ഗവൺമെൻറ്റിൽ ഭയങ്കര ഹാർവർഡ് പ്രൊഫസറാണല്ലോ. അപ്പോൾ ഈ NFSA ബില്ലിൻ്റെ ചർച്ചകൾ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഓരോന്ന് തട്ടിമുളിക്കും, നമുക്കറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ. അങ്ങനെ എന്തോ ഒരു താല്പര്യം, ഞാൻ പറയുന്നതിലൊരു സെൻസ് ഉണ്ട്. പിന്നെ ഒരു സദേൺ ഫ്ലേവർ. ഈ കേരളത്തിൽ PDS വളരെ എഫക്റ്റീവായിട്ട് നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുമ്പോൾ പുള്ളിക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ധൈര്യമായിട്ട് ബാക്ക് റോയിൽ, സെക്രട്ടറിമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ ഫ്രണ്ട് റോയിൽ ഇരിക്കും, ഞങ്ങളൊക്കെ പുറയിലായിരിക്കേണ്ടത്. അവിടെ നിന്ന് ഞാൻ എനിക്ക് കൈ പൊക്കി കഴിഞ്ഞാൽ ഉടനെ മൻമോഹൻ സിംഗ് പറയും, നമ്മൾ 2 സെൻറ്റൻസ് പറയുമ്പോൾ അതൊരു പോയിൻ്റാണ്, നോക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വിൽ അക്സെപ്റ്റ് ഇറ്റ്. വലിപ്പം ചെറുപ്പം നോക്കത്തില്ല. അത് എൻ്റെ അടുത്ത് മാത്രമല്ല, മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്ന സമയത്ത് വിദേശത്തൊക്കെ എൻ്റെ ബാച്ച്മേറ്റ്സ് അദ്ദേഹത്തിൻ്റെ പ്രോട്ടോകോൾ ചാർജിലൊക്കെ US വിസിറ്റൊക്കെ ഫോറിൻ സർവീസുകാരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡിപ്പാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ അടുത്തും നന്ദി പറയാൻ വരുമ്പം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ജൂനിയർ ഓഫീസറുടെ ഒരു പേര് ഓർത്ത് പറയും. മിസ്റ്റർ അലോക്, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ദാറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ അങ്ങനെ വലിയ ക്വാളിറ്റി ഉള്ളൊരു ഗ്രൂപ്പായിരുന്നു അവർ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ NFSA ബില്ല് അല്ല, ഒന്നുകൂടെ കഴിച്ചിട്ട് ഈ മോദി വന്ന കഥ പറഞ്ഞു. മോദി വളരെ ഒരു കറക്റ്റ് കാര്യം സാധിക്കുന്ന തരത്തിൽ തന്നെ വരുന്നത്. അതിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഈ ഗുജറാത്തിൻ്റെ സ്റ്റേറ്റ്, അപ്പോൾ അദ്ദേഹം അവിടെ ഒരു പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹം 14-ലാണല്ലോ നാഷണൽ ഇലക്ഷൻ ജയിച്ചു വരുന്നത്. സ്റ്റിൽ സെവറൽ ഇയേഴ്സ് ആഫ്റ്റർ ഞാൻ അവിടെ നിന്ന് വിട്ടതിനൊക്കെ ശേഷം. ഞാനീ പറയുന്ന 9-ലെ സീനാണ്. 9-ലെ സീനിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുജറാത്തിന് 2 റെസിഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. അവർ വളരെ സീനിയർ ഓഫീസേഴ്സാണ്. ഒന്ന് എനിക്ക് തോന്നുന്നു ചീഫ് സെക്രട്ടറി ഗ്രേഡ്, ഒരാൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ഗ്രേഡ്. ഈ ഭക്ഷ്യമന്ത്രാലയത്തിൽ നിന്ന് ഉത്തരവുകൾ, ഗുജറാത്തിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് അവർ വരും. അത് തീരെ ജൂനിയറായ പ്രൈവറ്റ് സെക്രട്ടറിയായി എന്നെ കാണാനായിട്ട് അവർ വരും. ഇത്തിരി എംബാരസിങ്ങുമാണ്, കാരണം ഇത്രയും സീനിയറായ ആളും നമ്മുടെ മുറിയിലിരിക്കും. എന്നിട്ട് അവർ പറയും, ഇന്ന ഓർഡർ കിട്ടാനുണ്ട്, ഇന്ന സെക്ഷനിൽ കിടക്കുകയാണ്, നിങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിളിച്ച് സെക്ഷൻസ് ജോയിൻറ്റ് സെക്രട്ടറീസിനെ വിളിച്ച് ആ OM കളക്ട് ചെയ്ത് അതിൻ്റെ കോപ്പി നേരത്തെ അഗ്രി ചെയ്തായിരിക്കും. പക്ഷേ ഈ ഫയൽ ഓടാൻ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇതെടുത്ത് കുറച്ച് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയും, സാർ ഒരു കാര്യം ചെയ്യും, പ്ലീസ് ഡോണ്ട് വെയിറ്റ് ഹിയർ. നമ്മൾ 2 കോഫി കുടിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്കൊരു
ജാം വന്നല്ലോ അവിടെ. അപ്പം ഞാൻ പറയും സാർ ഭവനിലോട്ട് പോയിക്കോ, ഐ വിൽ സീ ടു ഇറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഡെലിവേർഡ് ടു. നോ 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 ആ പരിപാടിയില്ല. കാരണം സമ്മതിക്കത്തില്ല. 5 മണിക്ക് ഇത് പിന്നെ ഗാന്ധിനഗറിൽ ഫാക്സ് കൊടുത്തില്ലെങ്കിൽ എൻ്റെ തലവെട്ടി പോകും. നീ എന്ത് തന്നെ നിനക്ക് തോന്നിയാലും ഇത് മേടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പം അതാണ് അതിൻ്റെ ഒരു കൃത്യത. 5 ബജെ ഓർഡർ കാണണം അവിടെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അത്ര സീനിയറായ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പോലും പ്രഷറാണ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഓടി നടന്ന് അവിടെ നിന്ന് കടലാസ് മേടിച്ച് കൈ കൊടുത്താലേ പുള്ളി അവിടെ നിന്ന് യാത്രയാകത്തുള്ളൂ. ഒരുപാട് ദിവസം ലഞ്ച് മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഗുജറാത്തിൻ്റെ ഡൽഹി റെപ്രസെൻറ്റേറ്റീവ്. അല്ല, ഇദ്ദേഹത്തോട് മോദിയോട് നേരിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടോ ആ സമയത്ത്? ഇല്ല, ഒരിക്കലും അങ്ങനൊന്നുമില്ല. അത് അങ്ങനത്തെ രീതിയില്ല. വരുന്നു, ഞാൻ ഏറ്റവും അടുത്ത് അല്ല അവർ സംസാരിക്കുന്നത്, അവർ CM അഡ്രസ് ചെയ്യുന്നത് ഡയസിലോടല്ലേ. നമ്മൾ പിന്നണിയിലിരിക്കുന്ന ചെയ്യാനില്ല. എൻ്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിന് പോലും ഒരു റിപ്ലൈ കൊടുക്കേണ്ട ചാൻസ് വരില്ല. കാരണം അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇദ്ദേഹം ഇങ്ങനെ ഒരു റൈസിംഗ് സ്റ്റാർ അറിയാലോ, അപ്പോഴേ അറിയാം അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് റിപ്ലൈ ചെയ്യുന്നത് PM ആവുമെന്ന് അറിയില്ലെങ്കിലും എവറിബഡി നോസ് ദാറ്റ് ഹീ ഈസ് ദ ചലഞ്ചർ. അപ്പോൾ പ്രണബ് മുഖർജി സാബ് മാത്രമേ പുള്ളിയെ നേരിടുള്ളൂ. പ്രണബ് ആൻസർ ചെയ്യും പുള്ളി, വേറെ ആരും അതില്ല. ഞാൻ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഓർക്കുന്ന ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, ഇദ്ദേഹം ഈ NFSA ആക്ടിൻ്റെ കൺസൾട്ടേറ്റീവ് മീറ്റിങ്ങിൽ വന്നിട്ട് കോൺഗ്രസ് പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ സ്റ്റേറ്റ്സിന് വേണ്ടി ചെയ്തില്ല. എത്രയൊക്കെ ചെയ്തു, എത്ര ഓർഡർ ഞാൻ വാങ്ങിച്ചു കൊടുത്തതെന്നറിയാമോ? എന്നിട്ട് പുള്ളി ഒന്നും സമ്മതിക്കില്ല. പുള്ളി ഒരു ഓപ്പൺ അറ്റാക്ക് അങ്ങ് നടത്തി. ഈ NFSA ബില്ല് ഗുജറാത്തിനോട് കാണിക്കുന്ന സ്വാഭാവിക പ്രതിപക്ഷത്തുനിന്ന് വരുമ്പോൾ അത് പറയുമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ കേട്ടോണ്ടിരുന്ന പ്രണബ് മുഖർജി, ഈ പ്രണബ് മുഖർജിയിൽ എപ്പോഴും ഒരു പെൻസിൽ കാണും, പെൻസിൽ വെച്ചാൽ എഴുതുക. അതെന്ന് എനിക്കറിയില്ല, അതെനിക്കറിയില്ല. മേശപ്പുറത്ത് എന്നാലും ഒരു മറ്റേ പെൻ ഹോൾഡറിനകത്ത് നിറച്ച് പെൻസിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ പെൻസിൽ എടുത്തിട്ട് പുള്ളി ഇങ്ങനെ ടാപ്പ് ചെയ്ത്, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, ദിസ് ഇസ് എ മീറ്റിംഗ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. Now you are criticizing the manifesto of a political party. It may be mine, but please avoid it. പറഞ്ഞിട്ട് ഇൻ്റർജെക്റ്റ് ചെയ്ത് അത് മോദി അംഗീകരിച്ചു. അത് പിന്നെ പുള്ളി ആ ട്രാക്ക് ഒന്ന് വിട്ടേച്ച്, ഭയങ്കര ഫ്ലുവൻറ്റ് ഹിന്ദിയല്ലേ, അപ്പോൾ ഇത് ഹിന്ദിയിൽ കത്തിക്കയറുകയാണ് പുള്ളി. അപ്പോൾ അതൊക്കെ ഒരു മെമ്മറിയാണ്. അപ്പോൾ അതൊക്കെ വളരെ രസമാണ് അത് ഓർത്തിരിക്കാനായിട്ട്. കാരണം ഈ സ്റ്റാൽവേർഡ്സ് ഇപ്പോൾ 2026 നമ്മൾ വേറെ ഒരു പ്ലെയിനിലെത്തിയല്ലോ. അന്ന് CM ആയിട്ട് വന്ന ആൾ ഇന്നിപ്പോൾ PM ആണ്. പ്രണബ് മുഖർജി ഈസ് നോ മോർ. സോ അന്നത്തെ മന്ത്രി ഇന്ന് പിണറായിയുടെ ഒരു അല്ല, ഇപ്പൊ തിരിച്ച് അദ്ദേഹം മറ്റേ ഗുജറാത്തിലെ സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് വന്നിരുന്ന പൊസിഷനിലാണ്. കറക്റ്റ്. ഭൂമി ഒരു വട്ടം കറങ്ങി, വല്ലാത്ത മാറ്റമല്ലേ, വല്ലാത്ത മാറ്റം. 10 വട്ടം കറങ്ങി, 10 വർഷം ഭൂമി ഒന്ന് കറങ്ങിയപ്പോ തിരിഞ്ഞു. അതെ, എല്ലാം തിരിഞ്ഞു. അത് നേരത്തെ താൻ വിമർശിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പൊ അദ്ദേഹം ഇരിക്കുന്നു. അസാധാരണ. മൻമോഹൻ സിംഗ് ഇസ് നോ മോർ. ഓക്കെ, അടുത്ത നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്നു. ഒരു എത്ര 3 കൊല്ലത്തെടുത്തോ? അല്ല, 1.5 കൊല്ലമേ ഉള്ളൂ. ഞാൻ കുറച്ച് സമയം അദ്ദേഹത്തിനോട്. അന്നത്തെ മറ്റൊരു ഓർമ്മയെന്ന് പറയുന്നത്, ഈ ഡൽഹിയിൽ പിന്നെ ഒരു തെറ്റിദ്ധാരണ ഞാൻ തിരുത്തി. ഇപ്പം തന്നെ നമ്മളിപ്പോൾ കേൾക്കുന്നില്ലേ, MP-മാരായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പോലും സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ വന്നാൽ കൊള്ളാം. അതെ, അതാണ് ഇപ്പം നടക്കുന്നത്. അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ കൂടുതൽ കാര്യമൊന്നുമില്ല. ഡൽഹിയിൽ MP ആയിട്ടോ മിനിസ്റ്ററായിട്ടോ പോകുന്ന പറഞ്ഞാൽ ഹാർഡ് വർക്ക് അല്ലാതെ ഒരു നേട്ടവും ഇല്ല. നമുക്ക് പലർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മുടെ സ്റ്റേറ്റിലെ മിനിസ്റ്റേഴ്സിന് കേന്ദ്രത്തിലെ സഹമന്ത്രിമാരെക്കാൾ കൂടുതൽ സൗകര്യങ്ങളുണ്ട്. KV തോമസ് സാർ കയ്യിൽ നിന്ന് ഫോൺ ബിൽ അടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് 2009 പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിന് 5000 രൂപയെ ടെലിഫോൺ ബിൽ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടത്തുള്ളൂ. സാറിന് കൊച്ചിയിലെ വർക്കും കൂടെ കഴിയുമ്പോഴേക്കും 15,000 20,000 രൂപ ബില്ല് വരും അന്നത്തെ നിരക്കിൽ. അന്ന് ഇതിനേക്കാളും വളരെ ഫ്രീ ഇത് ജിയോ ഫ്രീ സർവീസ് ഇല്ല. അവരെ 8,000 രൂപ വരുന്ന ബില്ലിൽ 3,000 രൂപ സാർ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഈ ശമ്പളം കുറവാണ്, സ്ട്രിക്റ്റ് റേഷനാണ്. ശമ്പളം കുഴപ്പമില്ല, അത് MP-യുടെ മീതെയുള്ള MP-യുടെ ആണ്, മന്ത്രിക്കില്ല. ഈ പറയുന്ന പോലെ അത് എക്സാക്ട് ആയിട്ട് എനിക്ക് നോക്കണം. എന്തായാലും there is a salary which they give. ഒന്നിനും തികയത്തൊന്നുമില്ല. ജീവനക്കാര് പിന്നെ 9 പേര് അത്രേ ഉള്ളൂ. ഇവിടുത്തെ 30 പേരില്ല. എവിടെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് എനിക്ക് തോന്നുന്നു അന്നുണ്ടായിരുന്ന 16 പേരാണ്. ആണോ? 16 and 9. നമ്മൾ കുറച്ച് പേരെ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് ഒരു 5 പേരെയും കൂടെ ലോവർ ക്ലാസ് 4കാരെ അറ്റാച്ച് ചെയ്യും, ലോൺ ചെയ്യും. ശമ്പളം എല്ലാം അവിടെ നിന്ന് തന്നെ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 പേരെ വിടാൻ പറയും, 2 പേരെ വിടാൻ പറയും. ഇങ്ങനെ 6 പേര്. അല്ലാതെ നമുക്ക് ഇഷ്ടക്കാരെ ഇവിടുത്തെ എടുക്കാൻ പറ്റത്തില്ല. പെട്ടുപിടുത്തക്കാർക്ക് അവിടെ പോസ്റ്റ് ഇല്ല. അല്ല, നിങ്ങൾക്ക് പ്രൈവറ്റ് പേഴ്സൺസിനെ എടുക്കാം. ഇപ്പോൾ സപ്പോസ് ദേ വോണ്ട് അപ്പോയിന്റ് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെ എനിക്ക് എടുക്കാം. ഡിഗ്രിയൊക്കെ വേണമെന്ന് തോന്നുന്നു, മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട്. അവരെ IB
ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തിയിട്ട് അവർ പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെക്കാം. പെൻഷനൊന്നുമില്ല. ആ ഇറ്റ്സ് ഓൺലി കോൺട്രാക്ച്വൽ എംപ്ലോയ്മെൻറ്റ്. 3 കൊല്ലം കോട്ടർമിനസ് വിത്ത് ദ മിനിസ്റ്റർ. മന്ത്രി രാജിവെക്കുമ്പോൾ പൊക്കോണം കൂടെ. അപ്പോൾ ഈ കേന്ദ്രമന്ത്രി പദവി പോലും ആകർഷകമല്ല. നല്ല ജോലിയാണ്. നല്ല അത് ഞാൻ വേറൊരു രീതി കാണണ്ട. പക്ഷേ കേന്ദ്രമന്ത്രിമാരായിട്ട് വരുന്നതൊക്കെ സാധാരണഗതിയിൽ വളരെ കോടീശ്വരന്മാരും ലക്ഷാധിപതികളും ഒക്കെ അല്ലേ. ആ അതിൽ എക്സാക്ട് സാധാരണക്കാരെ സ്വിഫ്റ്റ് ഔട്ട് ചെയ്താൽ കുറവല്ലേ. അതെ, അത് സിമ്പിളാണ്. കാരണം അവർക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അവർക്ക് ആ പദവിയോടുള്ള ഇഷ്ടം. അപ്പോൾ ഇനി ഞാനൊരു രസം ഇപ്പോൾ പറഞ്ഞുതരാം. ഞങ്ങളുടെ സീനിയർ മിനിസ്റ്റർ ശരത് പവാർ ആയിരുന്നു. സ്റ്റാൽവേർട്ടാണ് ശരത് പവാർ. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അപ്പം അദ്ദേഹത്തുമായിട്ട് നേരിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ IASകാരുടെ കൺട്രോൾ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എപ്പോഴും സീനിയർ മിനിസ്റ്റർക്കായിരിക്കും. ഇപ്പോൾ ഞാൻ ജൂനിയർ മിനിസ്റ്റർ കൂടെ ആണെങ്കിൽ ഞാൻ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്താണ്, ക്യാബിനറ്റ് മിനിസ്റ്ററിൻ്റെ അടുത്താണ്. അപ്പോൾ മാത്രമല്ല അദ്ദേഹത്തിന് എന്നോടൊരു വാത്സല്യമായിരുന്നു. ഇൻ ദ സെൻസ് ഒരു വിവരമില്ലാത്തൊരു ചെറുക്കൻ കേരളത്തിൽ നിന്നോടെ ഇരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു വാത്സല്യം നമ്മളോട്. എന്ത് മണ്ടത്തിനും ഒരു പറഞ്ഞാൽ പയ്യൻ. ചിരിക്കുള്ളൂ. ഒരു പയ്യൻ. അത് പ്രായക്കുറവാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വാത്സല്യം. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോടും വാത്സല്യമാണ് ഭയങ്കര. ആ ഒരു ഹീസ് വെരി വെരി ടോൾ ആൻഡ് സീനിയർ ലീഡർ. എന്നെ പ്രൈവറ്റ് ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ പൂന ഡൽഹി സെക്ടറിലുള്ള സമയത്ത് നമ്മളെ വലിച്ചതിനകത്ത് കയറ്റും. ചുമ്മാ പോരാ പറയും, ആ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ. അല്ല, അത്രയ്ക്ക് നമുക്ക് അടുക്കാനൊക്കത്തില്ല. കാരണം അദ്ദേഹത്തിനോടൊപ്പം എപ്പോഴും ഒരു വലയുണ്ട്. ഈ വിൽ ബി ബിസി. അന്ന് വേറൊരു കാര്യം കൂടെ. അദ്ദേഹം ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ക്രിക്കറ്റിന്റെ ചെയർപേഴ്സൺ, ICC. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഒരു സ്റ്റേജിൽ തോമസ് സാറിന് മനസ്സിലായി ഇത് മുതലാകത്തില്ല, ഇവിടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മന്ത്രിയായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്ക് ഈ ശരത് പവാർ സാർ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഫോൺ ബില്ലെങ്കിലും അടച്ചു കിട്ടണമല്ലോ മന്ത്രാലയത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി കണ്ട് ചോദിച്ചു, പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഫോൺ ബില്ല് 5000 കിട്ടുന്നുള്ളൂ, സാറിന് 20,000 രൂപ കോൾ വിളിക്കണം നാട്ടിൽ, അത് അവർ ഇടപെടുമല്ലോ, MP അല്ലേ, വളരെ പൊതു ഇതുള്ള ഒരു MP ആണ്. അപ്പോൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നത് ചോദിച്ചാൽ, അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ ഫോൺ ബില്ലൊക്കെ ഗവൺമെൻറ്റിൽ നിന്നാണോ എനിക്ക് ക്യാഷ് ചെയ്യുന്നത്? ഞങ്ങളൊന്നും ഗവൺമെൻറ്റിൽ കൊടുക്കാറേ ഇല്ലെന്ന്. ഞാൻ വാ വിളിച്ചു എന്താണ്. അപ്പോൾ പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി. എന്താണെന്നറിയാമോ, ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ക്രിക്കറ്റിൻ്റെ ചെയർമാൻ അല്ലേ, ആ ചെലവിൽ അങ്ങ് പോകും. അങ്ങനെയാണ് അത് കണ്ടുകൊണ്ട് നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ MP-യുടെ കാര്യം ഇങ്ങനെ തന്നെ. നല്ല പക്ഷേ MP-ക്ക് നല്ല പ്രതിഫലവും ആനുകൂല്യങ്ങളും ഉണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യണ്ടേ. കാരണം ഇപ്പം മലയാളം മാത്രം അറിയാവുന്ന ഒരാൾ ഡൽഹിയിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ, എന്നോട് KP ധനപാലൻ ചേട്ടനെ ധനപാലൻ ചേട്ടൻ MP ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ കൺസൾട്ടേറ്റീവ് കമ്മിറ്റീസിലേക്ക് വരുമ്പോൾ ധനപാലൻ ചേട്ടൻ്റെ തൊട്ട് പിന്നിൽ ഞാൻ ചെന്നിരിക്കും. അപ്പോൾ ധനപാലൻ ചേട്ടനിലെ ബണ്ടിൽ, പാർലമെൻ്ററി ബണ്ടിൽ അങ്ങോട്ട് പൊട്ടിച്ച് നോക്കി കഴിയുമ്പോൾ മൊത്തം ഹിന്ദിയിലുള്ള നോട്ട്സാണ്. ധനപാലൻ ചേട്ടൻ ചായ കുടിയും കുറേ നേരം എന്നെ നോക്കിയിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ബോറടിച്ചോ എന്ന് ചോദിച്ചാൽ, ഉള്ളത് പറയാലോ. എനിക്ക് അന്ന് നമ്മുടെ ഇരിഞ്ഞാലക്കുട ഭാഗത്തു നിന്ന് എവിടുന്നാണ് MP, ചാലക്കുടി ഭാഗത്തു നിന്നാണ്. അപ്പോൾ എന്നോട് പറയാം, ഉള്ളത് പറയാലോ, ആ മുനിസിപ്പൽ ചെയർമാനായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാനിത് കളഞ്ഞ് വെച്ചങ്ങ് പോകാമായിരുന്നു. കാരണം ഈ ബണ്ടിൽ എന്ത് ചെയ്യാനാണ് ഇതിനകത്ത്. ഇപ്പോഴും ട്രാൻസ്ലേഷൻ ഇല്ലേ? ഇപ്പം മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ മെറ്റീരിയൽ ഹിന്ദി തന്നെ ആയിരിക്കും. നോട്ട്സ് കുറേ ഇംഗ്ലീഷിൽ വരും. ഇനിയിപ്പോൾ ഇംഗ്ലീഷിലും അത്ര ഫ്ലുവൻ്റ് അല്ലെങ്കിൽ സംസാരിക്കാനുള്ള അവസരങ്ങളും കുറവായിരിക്കും. ആ മീറ്റിങ്ങിൽ 3-2 ആളുകളും ഹിന്ദിയിൽ അധികം ഫ്ലുവൻ്റ് ആയിട്ടങ്ങ് സംസാരിക്കുക. അപ്പോൾ അത് മൊത്തം മനസ്സിലായില്ല. പിന്നെ നമ്മൾ കയറി ഇൻ്റർഫിയർ ചെയ്തതിൻ്റെ ഒരു തുണ്ട് കടിക്കാമെന്നുള്ളതല്ലാതെ. ചുമ്മാ അല്ല നമ്മുടെ ഈ സുധാകരനെങ്കിൽ പോരാൻ ബഹളം വെക്കുന്നത്. ഞാനത് കമൻറ്റ് ചെയ്യുന്നില്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമല്ലേ. പക്ഷേ ദ പോയിന്റ് ഈസ്, ഒരു സ്റ്റേജിൽ അന്ന് മിക്കവാറും അന്ന് KV തോമസ് സാർ മാത്രമല്ല 7 മന്ത്രിയുണ്ട് കേരളത്തിൽ നിന്ന്. അതെ, എല്ലാവരും ആ സമയം സെക്കൻഡ് മൻമോഹൻ സിംഗ് 7 പേരുണ്ട്, കൊടിക്കുന്നിലെ, മുല്ലപ്പള്ളി. അവരുടെ ടൂർ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ദിവസവും കേരളത്തിൽ തന്നെ ആയിരിക്കും. ഇവിടെയാണ് ഒരു സുഖം. ഇവിടെ അംഗീകാരമുണ്ട്, സ്നേഹമുണ്ട്, മലയാളത്തിൽ പറയാൻ കാര്യമുണ്ട്, കേൾക്കാൻ ആളുണ്ട്. മറ്റേതെന്ന് പറയുന്ന ഒരു ടെക്നോപോളിസ് അല്ലേ. ഒന്ന് ലോബിയിങ് ഗ്രൂപ്പുകൾ, അല്ലെ MP-മാർ, അല്ലെങ്കിൽ വലിയ എക്സ്പോർട്ടേഴ്സ്, ഇമ്പോർട്ടേഴ്സ്, ഇവരെല്ലാം വന്ന് പറയുന്ന കാര്യം പല ട്രാൻസ്ലേഷൻ കഴിഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാകത്തേ ഉള്ളൂ. അതൊരു പ്രത്യേക ലോകമാണ്. ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത്. അത് കഴിഞ്ഞ് അദ്ദേഹം രാജിവെച്ചപ്പോഴാണോ പോരുന്നത്? ഇല്ല, ഞാൻ അദ്ദേഹത്തോട് വിട പിരിഞ്ഞ് പോരാൻ കാരണം വേറൊരു മാന്യ വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരം ജീവിച്ചിരിപ്പുണ്ട്, ശ്രീ C. ദിവാകരൻ. അദ്ദേഹം ഡൽഹിക്ക് വരുന്നു. അദ്ദേഹത്തിന് ഇവിടുത്തെ കാർഷിക സർവകലാശാല 2ആക്കി ഒരു വെറ്റിനറി സർവകലാശാല സ്ഥാപിക്കണം ആണ് പരിപാടി. അപ്പോൾ അദ്ദേഹം ഭക്ഷ്യമന്ത്രാലയത്തിൽ വരും, ഇങ്ങനെ പല നോട്ടുകൾ കൊടുക്കും. അതിൻ്റെ സ്പെഷ്യൽ ഓഫീസർ VS-ൻ്റെ മന്ത്രിയായിരുന്നു. VS-ൻ്റെ മന്ത്രിസഭ 2009 അവസാനം. അപ്പോൾ സംഗതി വശാൽ അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം KV തോമസിനെ കാണാൻ, ഭക്ഷ്യമന്ത്രിയും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അവിടെ വന്നപ്പോൾ തോമസ് സാർ ലേറ്റ് ആയതുകൊണ്ട് എൻ്റെ മുറിയിൽ വന്ന് കയറിയിരുന്നു. അപ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വെറ്റിനറി സയൻസ് ഒക്കെ പഠിച്ചതല്ലേ, ഞങ്ങളൊരു 50 കോടി രൂപ ചോദിച്ചു ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് 2 വർഷമായി, ഞങ്ങൾക്ക് ഒരു ലീഡ് ICR കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, വെറ്റിനറി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനാണ് പറഞ്ഞു. ഞാൻ എടുത്ത പാടെ പറഞ്ഞത്, പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചാണ് ചോദിക്കുന്നത്, 100 ചോദിക്കണമെന്ന് പറഞ്ഞു. പുള്ളി അതിശയിച്ചു പോയി.
ആദ്യമായിട്ടാണല്ലോ ഒരുത്തും പറയും ഇത് 2 കൊല്ലം കയറി ഇറങ്ങിയിട്ട് നിങ്ങൾ ചോദിക്കുന്ന കുറവായതുകൊണ്ടാണ് കിട്ടാത്തത്. കിട്ടാത്തത് എന്ന് പറഞ്ഞു. പുള്ളി ചോദിച്ചു ഇത് ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കുന്ന ICRൻ്റെ ബഡ്ജറ്റിലാണ്. ICR ഓൾറെഡി ഡെഫിസിറ്റ് ബഡ്ജറ്റാണ്, കാരണം ഞങ്ങളാണത് കൈകാര്യം ചെയ്യുന്നത്. ഇതുപോലൊരു പുതിയ സ്ഥാപനം അത് നിങ്ങൾ ആലോചിക്കുന്നത് എവിടെയാണ്? പറഞ്ഞു വയനാടാണ് ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു ട്രൈബൽ ഏരിയ അല്ലേ, നിങ്ങൾ ഈ കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ വർഷവും 2000-3000 കോടിയുടെ ഡിസ്ക്രിഷണറി ഫണ്ട്സ് ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റിൽ പ്രഖ്യാപിക്കും. അത് പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയമായ താല്പര്യം വെച്ചുകൊണ്ട് ചില ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ ഡയറക്റ്റ് ചെയ്ത് പ്രഖ്യാപിക്കും. നിങ്ങൾ അതിനകത്ത് പെടുത്തി വെച്ച് ഇതിനകത്തൊരു മിനിമം 100 കോടി ചോദിക്കും. ഡെവലപ്മെൻറ്റ് ഓഫ് എ ന്യൂ യൂണിവേഴ്സിറ്റി, ലൈഫ് സ്റ്റോക്ക്, അത് ഇത് ട്രൈബൽ ഏരിയ, ഇതെല്ലാം വെച്ചു. ഇങ്ങനെ ഒരു പ്രപ്പോസൽ അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉടനടി ആ പ്രപ്പോസൽ അയച്ചു. ഞാൻ അന്നത്തെ എൻ്റെ ഒരു സ്വാധീനത്തിൻ്റെ ഒരു ചെറിയ വശം ഉപയോഗിച്ചോട്ടെ, എൻ്റെ വിശദാംശത്തിലോട്ട് ഞാൻ പോകുന്നില്ല. എനിക്ക് സോണിയാഗാന്ധിയുടെ സെക്രട്ടേറിയറ്റിൽ അല്പം അവിടെ പ്രവർത്തിക്കുന്നവരെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതുവഴി എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ട് പ്രൊഫസർ തോമസിനെ കൊണ്ട് ഞാനിത് സെക്കൻഡ് ചെയ്യിച്ചു. ബജറ്റ് പിന്നെ സെൻട്രൽ ബജറ്റ് വരുന്നതിൻ്റെ 3 ആഴ്ച മുമ്പ് സോണിയാഗാന്ധി ഒരു നോട്ട് എഴുതി, വയനാട്ടെ യൂണിവേഴ്സിറ്റിക്ക് 100 കോടി കൊടുക്കണം ആസ് NAC ചെയർപേഴ്സൺ. ഈ സാധനവും കൊണ്ട് ഞാൻ പിന്നെ പ്രണബ് മുഖർജിയുടെ ഓഫീസിൽ ചെന്നു. അപ്പോൾ എനിക്കറിയുന്ന ആളാണ് അവിടുത്തെ അത് പ്രൈവറ്റ് സെക്രട്ടറി, ഞങ്ങളുടെ ഇച്ചിരി സീനിയർ ജൂനിയറായിട്ട് എൻ്റെ അല്പം സീനിയറായിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ കത്ത് കൊടുത്തു. അപ്പോൾ അദ്ദേഹം എടുത്തത് വായിച്ചിട്ട് എൻ്റെ 1 മിനിറ്റ് ഇങ്ങനെ നോക്കിയിരുന്നു. നീ ഇത് എന്ത് പണിയാണ് ഈ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ ഒരു ചാൻസ് എങ്ങനെയുണ്ട്? ചാൻസ് എന്തിന്, യു ഹാവ് സ്കോർഡ് ഇറ്റ്, ഇതിൻ്റെ അടിയിൽ കൊടുക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? സോണിയാഗാന്ധി പറഞ്ഞു ഇത് കൊടുക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? യു ഹാവ് ഗോട്ട് യുവർ 100 crores, ഇനി എന്തോന്നും ഇതിനകത്ത് ചർച്ച ചെയ്യാനുള്ളത്? ഇറ്റ് ഷാൽ ബി ഇൻ ദ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് മാറ്റുന്നു. അതാണ് പിന്നീട് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയത്. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം കൂടെ പറ്റി. പിന്നീട് ഞാൻ ദിവാകരൻ സാറിനെ കാണുന്നത് കൊച്ചി എയർപോർട്ടിൽ വെച്ചാണ്. ഈ സംഭവം കഴിഞ്ഞു, മറ്റ് വി ആർ ഇൻ ദ പ്രോസസ് ആൻഡ് ഓൾ ദ. ഇപ്പോൾ ദിവാകരൻ സാറും ഉണ്ട്, KV തോമസ് സാറും ഉണ്ട്. അപ്പോൾ ദിവാകരൻ സാർ എടുത്തടിച്ച പോലെ പറയുന്നുണ്ട്, എനിക്ക് ഇയാളെ വിട്ടു തരണം, ആ യൂണിവേഴ്സിറ്റി ഒന്ന് സംഘടിപ്പിക്കാനായിട്ട് ഇയാൾ എൻ്റെ കൂടെ വരണം, ഇല്ലെങ്കിൽ നടക്കില്ല. ഞാൻ 50 ചോദിച്ച് കൊല്ലം 2 നടന്നു. ഇയാൾ എന്തോ ഒരു മാജിക്കിൽ ഒരു മാസത്തിനകത്ത് 100 ആക്കി. അപ്പോൾ ഇയാൾ വിചാരിച്ച പൈസ വരും, പൈസയാണ് ഇല്ലാത്തത്. അങ്ങനെ ഒന്ന് ആലോചിച്ചപ്പോൾ KV തോമസ് സാറും പറഞ്ഞു, ഒരു വൈസ് ചാൻസലറായിട്ടൊക്കെ നിയമിക്കുകയല്ലേ, നിങ്ങൾക്ക് 40 വയസ്സ് പോലും ആയിട്ടില്ല, വൈ ഡോണ്ട് യു ഗോ ആൻഡ് ടേക്ക് ഇറ്റ്. അല്ലാതെ നല്ലതായിട്ട് ഫീൽ ചെയ്യും അല്ലേ VC ആ സമയത്ത് വരുന്നത്? അന്ന് നന്നായിട്ട് തോന്നി, വേണ്ടിയിരുന്നു. ഇപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇപ്പോഴാണ് ഞാൻ വീണ്ടും ആലോചിച്ചത്. ഏതായാലും ഞാൻ ആ പ്രോജക്റ്റിലേക്ക് കേരളത്തിൽ വന്നു. VS ഗവൺമെൻറ് 6 മാസത്തിനകം പുറത്തു പോയി. 11 ഉമ്മൻചാണ്ടി സാർ വരുന്നു. 11 മെയ് തന്നെയാണെന്ന് തോന്നുന്നു. അഗെയിൻ ആ പ്രോജക്റ്റ് ഒരുവിധം ഭംഗിയാക്കി അവിടെ നിന്ന് തിരിച്ചു വരുന്നു. പിന്നെ നമ്മളിപ്പോൾ അതാണ് ഈ പൂക്കോട് ഇക്ബൽ ചെറുക്കനെ കൊന്ന, അങ്ങനെയാണ് നിങ്ങൾ ഓർക്കുന്നത്. അതെ അതെ. ഞാൻ ഇൻസിഡൻ്റലി അത് ഇന്ന് വേറൊരു വേദിയിൽ പറയുമായിരുന്നു. ഞാനാണ് ഫൗണ്ടർ വൈസ് ചാൻസലർ അവിടുത്തെ. പക്ഷേ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ആക്ട് മാത്രമേ കയ്യിലുള്ളൂ. സത്യത്തിൽ അന്ന് 11 ജനുവരിയിൽ ഞാൻ ചാർജ് എടുക്കുമ്പം അവിടെ വൈസ് ചാൻസലർക്ക് ഇരിക്കാനുള്ളൊരു കസേര ഞാൻ മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ടെന്ന് അവിടെ ഇട്ടിട്ടാണ് അതിരുന്നത്. അപ്പോൾ അത് കാർഷിക സർവകലാശാല അല്ല, കാർഷിക സർവകലാശാല 2 ആക്കിയല്ലോ. അത് വെറ്റിനറി എടുത്ത് പുതിയ യൂണിവേഴ്സിറ്റി ആക്കി. ഫിഷറീസ് എടുത്ത് കൊച്ചിയിൽ യൂണിവേഴ്സിറ്റി ആക്കി. അങ്ങനെ 3 സർവകലാശാല 3 ആക്കി. വെള്ളായണി കാർഷിക സർവകലാശാല, അത് വെള്ളാനിക്കര തൃശ്ശൂർ. ഞാൻ അതിൻ്റെ ആക്ടിംഗ് വൈസ് ചാൻസലർ. മനസ്സിലായി. മറ്റേ തുണ്ടത്തിൻ്റെ 3 ആക്കിയതിൽ 2 ഇപ്പോൾ VC ആയി. അപ്പോൾ അങ്ങനെ ഒരു അക്കാഡമിക് ലൈനിൽ 5 വർഷം പ്രവർത്തിച്ചു. പിന്നെ 5 കൊല്ലം 5 കൊല്ലത്തെ ടേമാണല്ലോ. അതിനുശേഷം പിന്നെ പിണറായി വിജയൻ സാർ 16 വരുന്നു. ഞാൻ അല്ല അതുവരെ അവിടെയാ. അപ്പോൾ 11 തൊട്ട് 16 വരെ, 11 മുതൽ 16 വരെ മുഴുവൻ അവിടെ തന്നെ, ജനുവരി വരെ. അതെ, അതിൽ മാറ്റാൻ ശ്രമമോ അല്ലെ ആഗ്രഹവും കാണിച്ചില്ല? അത് ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു വിസിറ്റ് ദാറ്റ്. ഒരു മാറ്റവും അതിനകത്തൊരു കേസും ഉണ്ടായി. ഞാൻ തന്നെ തിരിച്ച് വീണ്ടും അവിടെ. അല്ല തിരിച്ചു വരാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലേ? അല്ല, അത് ഗവൺമെൻറ്റിലേക്ക് മടങ്ങണമല്ലോ. ഞാൻ ഡെപ്യൂട്ടേഷനിൽ യൂണിവേഴ്സിറ്റി പോയി. അത് 16 ജനുവരിയിൽ ആ ടേം കഴിഞ്ഞു. അല്ല അപ്പോൾ ഡയറക്ടർ തസ്തിയിലൊന്നും അത് ഇരുന്നില്ല, കളക്ടർ ഇരിക്കാത്തത് പോലെ തന്നെ. അത് കുട്ടികൾ കളക്ടറും ഡയറക്ടറുമായിട്ടൊക്കെ നടന്നപ്പോൾ ഞാൻ വൈസ് ചാൻസലറായി. മനസ്സിലായി. അല്ല ഞാൻ സാധാരണ നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ അത്ര നല്ലതല്ലെന്നാണ് ഹൈൻസൈറ്റിൽ പറയാനുള്ളത്. അല്ല കരിയറിനോ, ഒരു സിവിൽ സർവീസ് ഓഫീസറിന്റെ കരിയറിന് ന്യൂ ബ്ലോ. കാരണം ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സ്ക്രാച്ചിൽ നിന്ന് ഓർഗനൈസ് ചെയ്ത് വരുന്നതിൽ ഞാൻ പിന്നെ ഇച്ചിരി മെനക്കെട്ട് പണിയെടുക്കും. അതുള്ള കാര്യം പറയാമല്ലോ, ക്ലെയിമായിട്ടുള്ളതല്ല. അപ്പോൾ അന്നത്തെ എല്ലാ വൈസ് ചാൻസലർമാരും പരിചയമായി. ഞാൻ ഓഫ് കോഴ്സ് യങ്ങസ്റ്റ്, ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് അവർ കൊണ്ടു നടന്നു. ഇവിടെ രാധാകൃഷ്ണൻ സാറ്, കൊച്ചിയിൽ മറ്റേ സലാം സാർ, ഇങ്ങനെ 10-12 VC-മാരുണ്ടല്ലോ. അപ്പോൾ ഒരു സ്റ്റേജ് ആയപ്പോൾ ഞാൻ ഇതിനകത്ത് കുറേ ഇൻട്രസ്റ്റ്, ഞാനാണ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട്സ് മുഴുവൻ ഡ്രാഫ്റ്റ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ 10-400 സ്റ്റാറ്റ്യൂട്ട് ഡ്രാഫ്റ്റ് ചെയ്യണം. അത് എൻ്റെ ഓർഗനൈസേഷൻ ഇച്ചിരി ടൈറ്റാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ പ്രൊഫഷണൽ ഗ്രൂപ്പുകളുടെ ഇടയിൽ യൂണിവേഴ്സിറ്റി എന്താണ്, യൂണിവേഴ്സിറ്റി നിയമം എന്താണെന്നൊന്നും വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ വലിയ സപ്പോർട്ട് സിസ്റ്റംസ് കിട്ടത്തില്ല. എന്നിരുന്നാലും അത് ചെയ്തു. 10-400 കോടി രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയപ്പോൾ 4ാം കൊല്ലമൊക്കെ ആയപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അത്യാവശ്യം സീനിയർ വൈസ് ചാൻസലർ ആയപ്പം
ഈ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിയമപരമായിട്ടുള്ള ടെൻഷൻസ് വരുമ്പോൾ സാധാരണയായിട്ട് വി സി Consult വിളിക്കാൻ തുടങ്ങി. കാരണം ഈ അവരൊക്കെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ സയൻസ് എന്നല്ല, അവരുടെ വിഷയത്തിൽ വളരെ അഡപ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഒരു അഗ്രോണമിസ്റ്റോ ഒരു മെഡിക്കൽ പ്രൊഫസറോ ഒക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്കാർ ചുറ്റിച്ച് കളയും. കാരണം ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ്, അപ്പം അങ്ങനെ അപ്പോൾ പിന്നെ അതിൻ്റെ വ്യവഹാരങ്ങൾ യൂണിവേഴ്സിറ്റി ലോ അങ്ങനെ എനിക്കും കുറേ വ്യവഹാരങ്ങളുണ്ട്. അത് ഈ ഇനോഗ്രൽ യൂണിവേഴ്സിറ്റി വലിയ പ്രശ്നമായിരുന്നു. കാരണം ഈ സ്റ്റാഫിനെ രണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറേ പേര് എടുത്തുകൊണ്ട് പോയി രണ്ടാമത് ഒന്നാക്കുക എന്നൊക്കെ പറയുന്നത് നല്ല മെനക്കെട്ട പരിപാടിയാണ്. പ്രത്യേകിച്ച് യൂണിയൻ സ്ട്രോങ് ആയിരിക്കും. യൂണിയൻസ് വളരെ സ്ട്രോങ് അല്ലേ. അവർ 3-ാം കൊല്ലം ആകുമ്പോഴേക്കും അവർ സമരം തുടങ്ങും, വി സിയെ പുറത്താക്കുക എന്നും പറഞ്ഞു. അവിടെ തുടങ്ങി. അപ്പോൾ അത് നേരിട്ട് വരുന്നത് അങ്ങനെയുള്ള നമ്മൾ ആഞ്ഞടിച്ചാൽ മാത്രം പോരല്ലോ, ഇവരെ കൊണ്ട് പണി പഠിപ്പിക്കണ്ടേ. അപ്പം നമുക്കൊരു മർദ്ദകനായിട്ടൊരു സ്ഥാപനം നടത്താൻ പറ്റത്തില്ല. ഹാവ് ടു ടേക്ക് ദം ഓൾസോ, ചെറിയ കൊട്ട് കൊടുക്കുകയും വേണം. അല്ല, യൂണിയൻ പ്രശ്നത്തിൽ അപ്പം പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഭയങ്കരമല്ലേ, അവരുടെ അടുത്ത് വന്ന് പറയുകയും ചെയ്യും. കാരണം അത് ദാറ്റ് വാസ് ബിക്കോസ് ദേ വർ ഓൾസോ പ്ലാനിങ് ടു ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള ഒരു സംഗതി നീണ്ടല്ലോ. അത് ഞാൻ ഒരു വലിയ കഥ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്നെ ഒഴിവാക്കണം, അതിനായിട്ട് ഈ ഇടത് യൂണിയൻസ് എല്ലാം കൂടെ ഓർഗനൈസ് ചെയ്ത് SFI തൊട്ട് ടീച്ചർ യൂണിയൻ വരെ സംയുക്ത സമരസമിതി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഈ നിയമം കുറേ പഠിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഈ അധ്യാപകരുടെ കോഡ് ഓഫ് കണ്ടക്ട് വെച്ചിട്ട് അവർ വിദ്യാർത്ഥി സമരത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് നടത്തുന്ന ടീച്ചർ വന്ന് സമരം ചെയ്യുന്നു പറഞ്ഞാൽ കുട്ടികൾ പോവില്ലേ. ഞാനിതെല്ലാം നോട്ടീസ് കൊടുക്കും. ഇവർ സംയുക്ത സമരസമിതി ഉണ്ടാക്കിയ ഉടനെ ഞാൻ നോട്ടീസ് കൊടുക്കും, ഉടനെ ഇത് പിരിച്ചുവിടണം. കാരണം വിദ്യാർത്ഥിയും നിങ്ങൾ SFIൻ്റെ സെക്രട്ടറിയും ടീച്ചർ യൂണിയൻ്റെ സെക്രട്ടറിയും കൂടെ ഒന്നിച്ച് സമരത്തിന് വരുന്നത് ഞാൻ എടുക്കില്ല. നിങ്ങൾ സെപ്പറേറ്റായിട്ട് വന്നാൽ നിവേദനം എടുക്കുക. അപ്പോൾ ഇവർ ജോയിൻ്റ് ആയിട്ട് എഴുതിക്കൊണ്ട് വരുന്നത് ഞാൻ റിജക്റ്റ് ചെയ്യും. സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറേ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിസിപ്ലിൻ അവിടെ വന്നു. പക്ഷേ വലിയൊരു കഥ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഉമ്മൻചാണ്ടി സാറ് പുറത്തേക്ക് പോകുന്ന സമയമെത്തി, അച്യുതാനന്ദൻ സാർ അവിടെ ഒരു വലിയ ഈ അധ്യാപകരെല്ലാവരും കൂടി തന്നെ വിളിച്ചുകൊണ്ട് വന്ന് മണ്ണുത്തിയിലൊരു വലിയ സമരമല്ല, ഒരു സത്യാഗ്രഹം. എന്താ വിഷയം? എന്നാ യൂണിവേഴ്സിറ്റിയിൽ അഴിമതി, വി സിയെ പുറത്താക്കണം. അത് അപ്പോൾ ഈ ടീച്ചർ യൂണിയനിലെ തന്നെ ഇടത് യൂണിയനിലെ തന്നെ തിങ്കിങ് ആയിട്ടുള്ള കുറച്ചുകൂടെ പ്ലാസിഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെടുത്ത് വന്ന് അപ്പോളജി പറയുന്നുണ്ട്. അവർ പറയുന്നുള്ളൂ, ഒന്നും തോന്നരുത്, നിവൃത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന UDF ഗവൺമെൻറ്റിനെതിരെ പൊതുവിൽ എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കാനാണ് തീരുമാനം. അൺഫോർച്ചുനേറ്റ്ലി യു വിൽ ഓൾസോ ഗെറ്റ് കോട്ട് ഇൻ ദ ക്രോസ് ഫയർ. ഇറ്റ് ഇസ് നോട്ട് പേഴ്സണൽ. ഞങ്ങൾ പ്രതിപക്ഷ സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ എതിർക്കും പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കത്തില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സോ ഹാപ്പൻഡ്, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് തീരുന്ന സമയമായപ്പോഴേക്കും ഉമ്മൻചാണ്ടി സാർ കാർഷിക യൂണിവേഴ്സിറ്റിയുടെ ഒരു അടുത്തടുത്ത ക്യാമ്പസുകൾ കാർഷിക യൂണിവേഴ്സിറ്റിയിൽ എന്തോ ഒരു വലിയ ഫംഗ്ഷന് അറൈവ് ചെയ്യുന്നു. നിർഭാഗ്യവശാൽ VS അച്യുതാനന്ദനും അതേ ദിവസം പ്രതിപക്ഷ നേതാവ് അവിടെ ലാൻഡ് ചെയ്യുന്നു. ഇവർ പ്രതിപക്ഷക്കാർ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക നമുക്കെതിരെ. അപ്പോൾ സർവകലാശാല സംരക്ഷണ സമിതി എന്നും പറഞ്ഞാൽ അവിടെ അദ്ദേഹം ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ സംസാരിക്കുന്നു. ഇതറിഞ്ഞ പാടെ തന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. കാരണം വേറൊന്നുമല്ല, സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ മെയിൻ ഓഡിറ്റോറിയത്തിൽ സംസാരിക്കുമ്പം തൊട്ടപ്പുറത്തെ ഓഡിറ്റോറിയത്തിൽ പ്രതിപക്ഷ നേതാവ് വന്ന് ഇതിനെ മുഴുവനും എതിർത്ത്, ദാറ്റ് വിൽ നോട്ട് ഗോ വെൽ. മാത്രമല്ല ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് വേണമെങ്കിലും തെറ്റിദ്ധരിക്കും. എനിക്കൊരു പഴയ SFI പശ്ചാത്തലവും കിടപ്പുണ്ട്, അത് ഞാൻ മൈൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ നേരെ തന്നെ അപ്പോൾ ഒരു കാര്യം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, ഇവർ പ്രതിപക്ഷ നേതാവ് വന്ന ഒരു സമര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനല്ല, സംഘടനയുടെ വാർഷികാഘോഷം എന്ന് പറഞ്ഞാണ് പെർമിഷൻ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ നോട്ടീസ് VSൻ്റെ സമരപ്രഖ്യാപനം കണ്ട പാടെ തന്നെ ഞാനത് വിളിപ്പിച്ച് VSൻ്റെ ഡിനൈ ചെയ്തു. അത് ഭയങ്കര വിരോധമായി VSന്. VS വന്ന് ക്യാമ്പസിന് പുറത്ത് പ്രസംഗിച്ചിട്ട് പോയി. ഇവിടെ വന്ന പാടെ തന്നെ എനിക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണം, എന്നെ പിരിച്ചുവിടണം എന്നെല്ലാം പറഞ്ഞ് തിരിച്ച് ഗവൺമെൻറ് വന്നപ്പോൾ ആ ഫയൽ എൻ്റെ അടുത്ത് തന്നെ വന്നു. അത് വേറൊരു കഥയാണ്. VS അതോടുകൂടിയും കയറി കൊണ്ടതിനകത്ത്. VS പറഞ്ഞ് അഹങ്കാരി എന്താണെന്നറിയോ, ഞാൻ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിന് പിന്നെ ഇതിനകത്ത് കയറാനായിട്ട് അനുമതി നിഷേധിച്ചു. ഞാൻ പറഞ്ഞു അപ്പോഴേക്ക് ഇലക്ഷൻ അടുക്കാറായി. ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റിക്കെതിരെയുള്ള പ്രതിഷേധമാണ് യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് വെച്ച്, യൂണിവേഴ്സിറ്റി ഓടിച്ചോർത്തി പറ്റത്തില്ല. അപ്പോൾ അതിൽ അങ്ങനെയുള്ള രസകരമായ ഒരുപാട് കഥകൾ കഴിഞ്ഞു. എൻ്റെ എന്നത് കഴിഞ്ഞു 2016 ജനുവരി. അത് കഴിഞ്ഞൊരു ഗവൺമെൻറ്റിലേക്ക് പോന്നു, തിരിച്ച് ഗവൺമെൻറ് വന്നു, സെക്രട്ടറി ആക്കി. ഗവൺമെൻറ് സെക്രട്ടറി തിരിച്ചു വന്നു. അപ്പോഴേക്ക് ഞാൻ സെക്രട്ടറി ഗ്രേഡ് എത്തി. എന്നിട്ടോ എവിടെയായിരുന്നു? പല വകുപ്പുകൾ, സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ്, ആയുഷ്. അപ്പോഴത്തേക്കും പുതിയ ഗവൺമെൻറ് വന്നു. അപ്പോഴേ പിണറായി സാർ വന്നല്ലോ. പിണറായി വന്നപ്പോഴോ എന്തായാലും അവിടെ തൊട്ട് ഇങ്ങോട്ടൊരു ജേണിയല്ലേ 10 കൊല്ലമായിട്ട്. അതല്ല, എപ്പോഴാണ് ഉടക്ക് തുടങ്ങുന്നത്? ഉടക്കൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു കലഹവും ഇല്ല. അദ്ദേഹത്തിൻ്റെ ശൈലി ഇപ്പം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. കണിശക്കാരനാണ്, കർക്കശക്കാരനാണ്. എന്തെങ്കിലും അതൃപ്തി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. അല്ല, ഞാൻ ചോദിക്കുന്നത് കൂടുതൽ കാലവും നല്ല സൗഹൃദത്തിൽ തന്നെയായിരുന്നു. ആണോ? ആ സൗഹൃദത്തിൻ്റെ കാലം ഒന്ന് ഓർക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അദ്ദേഹം വന്ന ഇനിഷ്യൽ ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമായിട്ട് വർക്ക് ചെയ്തല്ലോ. കാരണം വന്ന ഫസ്റ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് 16 തൊട്ട് 21 വരെ എന്ന് പറയുന്നത് ഒരു സ്ട്രഗിൾ അല്ലായിരുന്നു.
കോവിഡ് ആദ്യം ഓക്കി, അങ്ങനെ ആലോചിച്ചാൽ ഓക്കി, എനിക്ക് തോന്നുന്നു 17 തന്നെ, 18 മില്ലേനിയൽ ഫ്ലഡ്സ്, ഇതിൻ്റെ ഇടയിൽ കൂടെ അയ്യപ്പന് ശബരിമലയും കയറി വരുന്നുണ്ട്, അതിൻ്റെ സമരവും ബഹളവും, ആ ക്രൈസിസ് ഒരു ഭാഗത്ത്. അത് കഴിഞ്ഞപ്പോഴേക്കും അതിനിടയ്ക്ക് നിപ്പ സംഭവിക്കുന്നുണ്ട്. പിന്നെ 19 വീണ്ടും ഫ്ലഡ്സ് വന്നു. വാസ്തവത്തിൽ 19 ഡിസംബർ ആയപ്പോൾ എന്താണ് കോവിഡ്, 19-20 അതിൽ ഒലിച്ചു പോയി. പിന്നെ നേരെ വരുന്നു. അപ്പോൾ ഫലത്തിൽ ആ ഗവൺമെൻറ് എന്ന് പറയുന്നത് എക്സെപ്റ്റ് ഫോർ ഒരു 1.5-2 വർഷത്തെ സമാധാനം ഒഴിച്ച് ബാക്കി മുഴുവനും എന്താണ് മറ്റേ ക്രൈസിസ് മോഡിലല്ലായിരുന്നു. അതിൽ അദ്ദേഹം നല്ല വിജയിക്കുകയും ചെയ്തു കേട്ടോ. ഇൻ ദാറ്റ് സെൻസ് അറ്റ്ലീസ്റ്റ് ഇലക്ട്രേറ്റിന് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അതിനകത്ത്. അന്ന് അദ്ദേഹത്തിന് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നു? ഇല്ല, ഞാൻ താരതമ്യേന അന്ന് അദ്ദേഹത്തിന് അതിൽ സംഭവിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ ഈ ഓഫീസർമാരുടെ ഗാലക്സിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ട്രസ്റ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് നമ്മൾ പിന്നെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ ആളുകൾക്ക് ഞാനത്ര വിശ്വസ്തനായിരുന്നില്ല. പ്രശ്നം ഇത്ര തന്നെയാണ്. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും, എന്നോട് പറയുന്നത് ഞാൻ കണ്ണും പൂട്ടി അങ്ങ് ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വകുപ്പുകളിൽ ഇങ്ങനെ അപ്പം തന്നെ മാറ്റാൻ തുടങ്ങി ചെറുതായിട്ട്. ചെറുതായിട്ട് തന്നെ. അതിന് ഞാനൊരു പരാതിയൊന്നുമില്ല, കാരണം അന്ന് വകുപ്പ് മാറ്റിത്തരുന്ന വലിയ വിഷയമല്ല. സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ്, ആയുഷ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, 1-2 സ്ഥലത്ത് ഞാൻ ഫയലുകളിൽ കടുത്ത നിലപാടുകളെടുത്ത് ഉടനെ തന്നെ എന്നെ മാറ്റുകയും ചെയ്തു. ഇപ്പം വിശദമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഫയലിൽ നിലപാടെടുത്താൽ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് എപ്പോഴേ തന്നെ മനസ്സിലായി. ഒരു റിറ്റാലിയേറ്ററി ട്രാൻസ്ഫർ മാതിരി അങ്ങനെയൊക്കെ വന്നു. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇത്തരം സാഹചര്യങ്ങളുണ്ടെങ്കിലും ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം KCB എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു അതിൽ സംഭവിച്ചത്, അങ്ങനെ ഞാൻ ഒരു 18 ആയപ്പോൾ ഈ ഫ്ലഡ്സിൻ്റെ സമയത്ത് ഞാൻ ഗവൺമെൻറ്റിലില്ല. ഞാൻ ഡെപ്യൂട്ടേഷൻ മേടിച്ച ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി. അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള സ്കോപ്പ് ഉണ്ട്? അങ്ങനെ പറ്റുമോ? അക്കാഡമിക് സ്ഥാപനങ്ങളിൽ നമുക്ക് ഡെപ്യൂട്ടേഷൻ തരും. ആണോ? സാലറി സർക്കാർ തരുമോ? ഇല്ല, സാലറി എല്ലാം യൂണിവേഴ്സിറ്റി പേ ചെയ്യും. അവർ നമ്മുടെ ഈ സാലറി തരണം, ഇവിടെ തരാനുള്ള സാലറി തരണം. അത് സർവീസായിട്ട് കൂട്ടുമോ? അത് കൂട്ടും. അത് നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. എത്ര കാലം? പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് പോവാം. അത് സാധാരണ 3 കൊല്ലം, മാക്സിമം 5 കൊല്ലം. പ്രൈവറ്റ് കമ്പനി പറ്റത്തില്ല, കമ്പനീസ് അനുവദിക്കാറില്ല. അതിന് സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്. യൂണിവേഴ്സിറ്റീസിൽ സ്റ്റേറ്റ്സിന് വിടാം ഡെപ്യൂട്ടേഷനിൽ, സ്റ്റാറ്റ്യൂട്ടറി യൂണിവേഴ്സിറ്റീസിൽ. അപ്പോൾ അതൊന്ന് ഡീംഡ് യൂണിവേഴ്സിറ്റി, അതും പുതിയ സ്ഥാപനമായിരുന്നു. ഞാനവിടെ 1 കൊല്ലം പ്രവർത്തിച്ചെത്തി. അവിടെ എവിടെയായിരുന്നു എൻ്റെ അവസ്ഥ? ചിന്മയ തുടങ്ങിയിരിക്കുന്ന എറണാകുളത്താണ്, പറവൂർ ഭാഗത്ത്. ഇപ്പം അങ്ങനെ യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് കേരളത്തിൽ. ഞാനാണ് ഫൗണ്ടിങ് രജിസ്ട്രാർ. ശരി. അതിൻ്റെ പെർമിറ്റ് അടക്കമുള്ള എല്ലാ സാധനങ്ങളും, അവിടുത്തെ ആദ്യത്തെ കോഴ്സുകളുടെ എല്ലാ അംഗീകാരങ്ങളും ഞാൻ എൻ്റെ എവിടെയായിരുന്നു കോളേജ് സ്ഥാപനങ്ങളൊക്കെ? അത് എറണാകുളത്ത് തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റി. ഡീംഡ് യൂണിവേഴ്സിറ്റി കൊല്ലത്ത് ചിന്മയ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അത് ശരി, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് സെൻട്രൽ പിന്നെ ഡിനോവോ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. വളരെ സവിശേഷതകളുള്ളൊരു സ്ഥാപനമാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃഷ്ണൻകുട്ടി സാറ് പെട്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറയുന്നത്, എനിക്ക് പിന്നെ ജലവിഭവ വകുപ്പിൽ എനിക്ക് സെക്രട്ടറി ഇല്ല, അല്ലെങ്കിൽ ഉള്ള സെക്രട്ടറി കൂടാതെ എനിക്ക് ഒരാളും കൂടെ വേണം, മടങ്ങി വന്നാൽ ജലവിഭവ വകുപ്പിൽ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ മടങ്ങി വരുന്നു. മണിയാശൻ്റെ വകുപ്പിലും കൃഷ്ണൻകുട്ടി സാറിൻ്റെ വകുപ്പിലും എന്നെ പവറിൻ്റെയും ജലവിഭവത്തിൻ്റെയും സെക്രട്ടറി ആക്കുന്നു. അതൊരു വെരി ഹെവി ചാർജ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ 2005 ജലവിഭവത്തിൽ ഡിഗ്രി എടുത്തിട്ട് പിന്നെ 2019 ആയപ്പോഴാണ് ജലവിഭവത്തിൽ വർക്ക് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടുന്നത്. ഞാൻ അത് 3 വർഷത്തോളം അങ്ങനെ വർക്ക് ചെയ്തു. അങ്ങനെ പിണറായി ഗവൺമെൻറ് 1 എൻഡാവുന്നു. രണ്ടാം ഗവൺമെൻറ് 21 വന്നു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണൻകുട്ടി സാർ വൈദ്യുതി വകുപ്പിൽ വന്നു. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത പാടെ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പവർ സെക്രട്ടറി ആയിട്ട് വരണം. ഞാൻ പറഞ്ഞു സന്തോഷം, പവർ സെക്രട്ടറി ആയിട്ട് വീണ്ടും. കാരണം നിങ്ങൾ നല്ല കംഫർട്ടബിൾ വർക്കായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നത്, ഞാൻ വെറ്ററിനറി യൂണിവേഴ്സിറ്റി ഇരിക്കുമ്പോൾ അദ്ദേഹം കാർഷിക കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു. നോട്ടഡ് MLA ആയിട്ട് എനിക്കതിന് മുന്നും അറിയാം. പക്ഷേ കാർഷിക കമ്മീഷൻ്റെ ചെയർമാനായിരുന്നപ്പോൾ അദ്ദേഹം തെളിവെടുക്കാനായിട്ട് വയനാട് വരും. അപ്പോൾ ഞങ്ങൾ ഇൻട്രാക്ഷൻസിലെല്ലാം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തതാണ്, താല്പര്യവും ഡെവലപ്പ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഞങ്ങളുടെ സർവീസിലെ ഒരു അംഗമാണ്, K. ബിജു, എൻ്റെ ജൂനിയറാണ്. സർവീസിലുണ്ട്. കൃഷ്ണൻകുട്ടി സാറിൻ്റെ മകനാണ്. K. ബിജു. അപ്പോൾ അതും ഒരു ചിലപ്പോൾ അത് ഒരു പരിചയമായിരിക്കാം ഇൻ ദ സെൻസ് പറഞ്ഞ. ഏതായാലും കൊള്ളാം, അദ്ദേഹം എന്നെ പവറിൽ കൊണ്ടുവരുന്നു. അങ്ങനെ പവറിൽ ഞങ്ങൾ 2-3 മാസം പിന്നിടുമ്പോഴാണ് അന്നത്തെ CMD മിസ്റ്റർ പിള്ള വിരമിക്കേണ്ടതിൻ്റെ 1 മാസം മുന്നേ എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എക്സിറ്റ് അടിക്കുന്നു. അപ്പോൾ കൃഷ്ണൻകുട്ടി സാർ പറയുന്നു പവർ ബോർഡിൻ്റെ ചാർജ് എടുക്കാൻ. അങ്ങനെയാണ് അങ്ങോട്ട് പോയത്. അതിന് പിണറായി മുഖ്യമന്ത്രി വിചാരിക്കണ്ടേ? വേണ്ട, നാച്ചുറലി. ഓഫ് കോഴ്സ്, ഓൾ ഇന്ത്യ സർവീസ് മുഖ്യമന്ത്രി. അപ്പോൾ ഒരു അനിഷ്ടം ഉണ്ടെങ്കിൽ അങ്ങനെ ശത്രുത ഇല്ലായിരുന്നു? അനിഷ്ടമൊന്നും ഇല്ലായിരുന്നു അപ്പോഴും. ഇല്ല, ഇപ്പോഴെന്തെന്ന് എനിക്കിപ്പോൾ പറയാൻ വയ്യ. പക്ഷേ അപ്പോഴും അനിഷ്ടമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അനിഷ്ടമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോകുന്നു. ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ വലിയൊരു സമരം നമ്മൾ സംസാരിക്കുന്നത്. അതെ, ആ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവിതം ഒരു വലിയ സമര ജീവിതമായിരുന്നില്ലേ? അതെ. എന്താണ് KCB ചെയർമാൻ എന്ന നിലയിൽ നമുക്ക് അതിലേക്കൂടെ പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. എനിക്കൊന്ന് വെച്ചാൽ ഇവരിങ്ങനെ നീണ്ടുപോയി. ഈ ഒരു എപ്പിസോഡുണ്ട്. എപ്പിസോഡ്
ഇലക്ട്രിസിറ്റി ബോർഡിലേക്കുള്ള വരവുണ്ടല്ലോ, അവിടെ അങ്ങ് എന്താണ് അത്? ഞാൻ ഈ ഏറ്റവും കൂടുതൽ ഈ എനിക്ക് തോന്നുന്ന ഈ കോവിഡ് കാലത്താണ് ഞാൻ ഇലക്ട്രിസിറ്റി അങ്ങല്ല അന്ന് ഈ പിള്ളസാറാന്ന് തോന്നുന്നു ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ടുള്ള എൻ്റെ നേരിട്ടുള്ള യുദ്ധം ആരംഭിക്കുന്ന അവിടെയാണ്. ഞങ്ങളാണ് 300 കോടി രൂപ നഷ്ടം ഉണ്ടാക്കി കൊടുത്തു. അതായത് ഇവർ മീറ്റർ റീഡിങ് നടത്തുന്നില്ല. ഇപ്പോൾ ഈ മീറ്റർ റീഡിങ് 2 മാസം റീഡ് ചെയ്യുമ്പോഴാണല്ലോ ഈ സബ്സിഡി കിട്ടുന്നത്. ഇവർ മീറ്റർ റീഡിങ് നടത്താതെ ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നെടുത്തിട്ട് സബ്സിഡി എല്ലാവർക്കും അങ്ങ് നഷ്ടപ്പെട്ടു. കാരണം എല്ലാവരും ഒരു 3 മാസത്തേക്ക് വന്നപ്പോഴത്തേക്ക് സബ്സിഡി നഷ്ടപ്പെട്ടു. ഇതിനെതിരെയുള്ള ഒരു വാർത്താ ക്യാമ്പയിനിലൂടെ ഞങ്ങൾക്കെതിരെ അവർ പരസ്യമായി അത് KSEBയുടെ PR ടീം എന്നെ പരിഹസിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യുദ്ധം തുടങ്ങി. എന്ന് മാത്രമല്ല, എന്നെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നൽകുന്ന കണക്ഷൻ, അവർ നൽകുന്ന കണക്ഷൻ അവരെന്തൊക്കെ കുഴപ്പം കഴിഞ്ഞ് പിഴ അടയ്ക്കുന്ന ഇങ്ങനെ ഭയങ്കര ഉപദ്രവമായി. പക്ഷെ എന്തായാലും ഞങ്ങൾ ജയിച്ചു. അന്ന് സർക്കാർ തീരുമാനമെടുത്തിട്ട് 250 കോടിയോ 300 കോടി രൂപ എങ്ങാണ്ട് ആളുകൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഇവർ ഈ കണക്കിലുള്ള പെശക് കൊണ്ടാണ് ആളുകൾക്ക് സബ്സിഡി നഷ്ടപ്പെട്ടത്. ഇതിൻ്റെ അന്നാണ് ഞാൻ KSEBയിലേക്ക് ഇറങ്ങുന്നതും ഇതിൻ്റെ തോന്നിയാസങ്ങളും അഹങ്കാരവും അഴിമതിയൊക്കെ കാണുന്നതും KSEBയുടെ പ്രശ്നം. അപ്പോൾ അങ്ങ് അതിലേക്ക് വരുവാണ്. പിന്നീട് എന്താണ് KSEBയുടെ കുഴപ്പം? ഇതിനെ എങ്ങനെയാണ് ശരിയാക്കാൻ ശ്രമിച്ചത്? ആരാണ് ഇതിന് തടസ്സം? ഇതെങ്ങനെ ശരിയാക്കാം? KSEBയിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് ഇലക്ട്രിസിറ്റി സെക്ടറിൽ ഞാൻ പവർ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്നുള്ള എനിക്ക് പരിചയമുണ്ട്. കാരണം പവർ സെക്രട്ടറി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സ് ഒഫീഷ്യോ ഡയറക്ടറാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എല്ലാ ബോർഡ് മീറ്റിങ്ങിലും അദ്ദേഹം പങ്കെടുക്കേണ്ടതാണ്, ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം പറയേണ്ടതാണ്. അപ്പോൾ എനിക്ക് 2 കൊല്ലത്തെ പിള്ളസാറുള്ള സമയത്തെ എല്ലാ പ്രയർ ഗവൺമെൻറ്റുമായിട്ടുള്ള ഇടപാടുകളിലും എനിക്ക് പങ്കുള്ളതുകൊണ്ട്, ഇൻക്ലൂഡിങ് ദിസ് പവർ ഹൈവേസ്, കൂടാംകുളം ഇവാക്യുവേഷൻ ഹൈവേ, അതുപോലെ ഉടുപ്പി പവർ ഹൈവേ, മേജർ ട്രാൻസ്മിഷൻ പ്രോജക്ട്സ്, ഗവൺമെൻറ് ഇൻവോൾവ് ആവുന്ന പ്രോജക്ട്സിലെല്ലാം എനിക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു വിദൂര ചിത്രം ആ ബോർഡിനെ കുറിച്ചുണ്ട്. പക്ഷേ അതിൻ്റെ 7ാം നിലയിൽ ഈ പട്ടത്തെ ഓഫീസിൽ പോയി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുരുഷായുസിലെ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. മറ്റൊരു ഓർഗനൈസേഷൻ പോലെയല്ല. വളരെ വേർവിത്താൽ ആവശ്യമുള്ള, വളരെ സ്ട്രെയിൻ എടുക്കാൻ പറ്റുന്ന ഒരാളിനെ 7 കൊല്ലമൊക്കെ അവിടെ ഇരുന്ന ആൾക്കാർ എങ്ങനെ സർവൈവ് ചെയ്തെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം അവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അതൊരു പ്രൊഫഷണൽ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് പകരം അത് ഒട്ടൊക്കെ കുറേ യൂണിയൻ രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിപ്പോയി. ഇനി അതിന് വലിയ രക്ഷയൊന്നുമില്ല. ഇപ്പോൾ ഗവൺമെൻറ്റുകൾ മാറി വന്നെന്ന് വെച്ചാൽ ആ സിറ്റുവേഷന് ഒരു യൂണിയന് പകരം മറ്റേ യൂണിയൻ കൈയടക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ കണ്ടതായ സംഗതി. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഞാൻ വിചാരിക്കുന്ന ആ 12 മാസം KSEBക്ക് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസും KSEB അതിൽ എതിർത്തവരുണ്ടായിരുന്നെങ്കിൽ പോലും ഒരുപാട് മാറ്റം ആഗ്രഹിക്കുന്നവർ അതുമായിട്ട് സഹകരിച്ചു. അതിൻ്റെ അകത്തുള്ളവർ തന്നെ. അതെ. ഒന്നാമത്തെ കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്, ഈ കമ്പനി നടത്തുന്നത് ശരിക്കും 7 പ്രൊഫഷണൽ ഡയറക്ടേഴ്സാണ്. ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ കൂടാതെ ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ, പിന്നെ ജനറേഷൻ, പിന്നെ സോളാർ ആൻഡ് ആക്സസറി പവർ, ഇങ്ങനെ മിസ്ലേനിയസ് അല്ലെങ്കിൽ ഫിനാൻസ്, ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോ ഡയറക്ടേഴ്സാണ്. ആ 7 അവർ ക്വാളിഫൈഡ് ആണോ? പിന്നെ അവർ സാധാരണഗതിയിൽ അവർ വെർട്ടിക്കലിൽ നിന്ന് വരുന്ന ആൾക്ക് ചീഫ് എഞ്ചിനീയറെങ്കിലും ആയ ആളായിരിക്കും കമ്പനി ഡയറക്ടറായിട്ട് വെക്കുന്നത്. ഒരാൾ രാഷ്ട്രീയ നിയമനമായിരിക്കും സാധാരണ. പവർ മിനിസ്റ്റർ ഒരാളെ വെക്കും, അദ്ദേഹത്തിൻ്റെ ഒരാളായിട്ട്. ഞാൻ ചെയ്യാൻ ശ്രമിച്ച ഏക കാര്യം എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞാൽ, ആ കമ്പനിയിൽ ഡയറക്ടർ ബോർഡ് എടുക്കേണ്ട ഡിസിഷൻസ് ഡയറക്ടർ ബോർഡും ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എടുക്കേണ്ട ഡിസിഷൻസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എടുക്കണമെന്ന് നിർബന്ധിച്ചു. അതായത് അങ്ങനെ ആയിരുന്നില്ല. അതിൽ ചില ഇടനിലകളുണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അതിന് ചില ബൈപ്പാസുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്ന്, അസോസിയേഷൻസും CIT ഓഫ് കോഴ്സ് അവർ എക്സേർട്ട് ചെയ്യേണ്ടതിനപ്പുറം പ്രൊഫഷണൽ കാര്യങ്ങളിൽ അവർ ഇടപെടാതെ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സ്മാർട്ട് മീറ്റേഴ്സ് വെക്കണോ വേണ്ടയോ? സ്മാർട്ട് മീറ്റേഴ്സ് വേണമെന്നുള്ളത് ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി നയമാണ്. സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി കട്ട് ഓഫ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഈ ചങ്ങാതിമാർ സമ്മതിക്കില്ല. കാരണം അവരുടെ അഭിപ്രായത്തിൽ സ്മാർട്ട് മീറ്റേഴ്സ് വേണ്ട. അപ്പോൾ ഞാൻ പവർ സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്മാർട്ട് മീറ്റേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് എതിരാണ്. KSEB CMD തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കേരളത്തിൽ ആവശ്യമില്ല, നമുക്ക് ഫോർ വേരിയസ് ടെക്നിക്കൽ റീസൺസ്. അപ്പം ഞാൻ ഇതിൻ്റെ നാഷണൽ റിവ്യൂ മീറ്റിംഗ്സിൽ പോവുകയും ഇത് വിഷയം ആഴത്തി പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ചിത്രം ഇതല്ല. ഇതിൽ ചേർന്നില്ലെന്നുണ്ടെങ്കിൽ കേരളത്തിന് സത്യത്തിൽ ഈ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നോൺ ഡിജിറ്റൽ മീറ്റേഴ്സ് ഇനി കിട്ടാതാവും. അത് ഫേസ് ഔട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ ഇവർ കാണിക്കുന്ന ഒരു വലിയ ബ്ലണ്ടറാണ്. അപ്പം ആ കാര്യങ്ങളെല്ലാം നമ്മൾ നയം മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, FTD രാവിലെ റെസൊല്യൂഷൻ എടുത്ത് തീരുമാനിച്ച് മിനിറ്റ്സ് അടിച്ച് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് OA 5 പേജ് നിവേദനമായിട്ട് ഇങ്ങ് വരും. ഈ തീരുമാനം മരവിപ്പിക്കണം. ഓഫീസേഴ്സ് അസോസിയേഷൻ
ഓഫീസർ നിങ്ങൾ ഡയറക്ടർ ബോർഡ് അംഗീകരിക്കുന്നു, തീരുമാനിക്കുന്നു. ഡയറക്ടർ ബോർഡ് എടുത്ത് മിനിറ്റ്സ് നമ്മൾ മിനിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് വേറൊരു പ്രശ്നമുള്ള ഡയറക്ടർ ബോർഡിൽ രഹസ്യമൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിലെ 1-2 അംഗങ്ങൾ അവരുടെ ആളുകൾ തന്നെ ആണല്ലോ. യോഗം പിരിഞ്ഞങ്ങോട്ട് ഡിസ്പേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ OA പ്രവേശിക്കും ചെയർമാൻ്റെ മുറിയിൽ. സാർ ഇന്ന് രാവിലെ ഇങ്ങനെ തീരുമാനിച്ചെന്ന് അറിഞ്ഞു, അത് വേണ്ട. ഞാൻ പറയാം, അത് നിങ്ങളല്ല പറയേണ്ടത്, നിങ്ങളുടെ പരാതി എന്താണെന്ന് വെച്ചാൽ അത് എഴുത്തരിക, അതിൽ കൺസിഡർ ദാറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത് ആ 12 മാസവും. ചില കാര്യങ്ങളിൽ അവർ സഹകരിച്ചു, പക്ഷേ അത് എന്നോടുള്ളൊരു പ്രശ്നം മാത്രമായിരുന്നില്ല. സ്ട്രിക്റ്റായിട്ട് നോക്കിയാൽ ഈ കാലികമായിട്ട് CPM എപ്പോഴും കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ്, വൈദ്യുതി വകുപ്പ്, ആദ്യമായിട്ട് ഇടതുമുന്നണി ഇരുന്ന സമയത്ത് എടുത്ത് കൃഷ്ണൻകുട്ടി സാറിന് കൊടുത്തു, ജനതാദളിന് കൊടുത്തു. അത് ഇവർക്കൊരു വലിയൊരു അഫ്രോണ്ട് സംഭവിച്ചു. അത് എന്തുകൊണ്ടെന്നൊക്കെ എനിക്കറിയാം. അത് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് CPM സംസാരിക്കില്ല, വേണ്ട. അതിപ്പോൾ ഞാൻ പറയണ്ട എന്തുകൊണ്ട് ആ വകുപ്പ് കൊടുത്തു എന്നുള്ളതിന് ഒരു പശ്ചാത്തലമുണ്ട്. ചില തലവേദനകൾ അവിടെ മനസ്സിലാവുന്നുണ്ട്, ഉണ്ടായി വന്നുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും കൊള്ളാം, ഒന്ന് ഡിസ്റ്റൻസ് ചെയ്തു നമ്മുടെ തലയിൽ നിന്നൊന്ന്. അപ്പോൾ എനിക്ക് തോന്നിയത് വകുപ്പ് മന്ത്രിയോട് പോലും അവരൊരു ഈഗോ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവരൊരു ഡിമാൻഡ് വെച്ചു, മന്ത്രിയുടെ സ്റ്റാഫിൽ ഇന്ന ആൾക്കാർ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് വരും. അതൊന്നും കൃഷ്ണൻകുട്ടി സാർ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ അവരെങ്ങോട്ടാണ് അവരുടെ ആങ്കർ ഡയറക്റ്റ് ചെയ്യുക? സ്വാഭാവികമായും കിട്ടുന്ന CMD എടുത്ത്. CMD മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഡൈനമിക്സും ആയിരുന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ കുറേയധികം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ ശ്രമിച്ചു. കുറേയൊക്കെ ഏറ്റു. സോളറൈസേഷൻ ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ ഇപ്പം 1500-1600 മെഗാവാട്ട് സോളാർ വന്നതിൻ്റെ മൊത്തം പണി എപ്പോഴാണ് ചെയ്തത്? കാരണം ഇവർ ഒരു കാരണവശാലും ആ ടെൻഡേഴ്സ് ഫൈനലൈസ് ചെയ്യാതെ കളഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങളെടുത്ത് 40ഓളം കമ്പനികളെ എംപാനൽ ചെയ്തുകൊണ്ടാണ് ഇന്ന് കേരളം ഒട്ടുക്ക് സോളാർ പ്ലാന്റുകൾ സബ്സിഡി അതിൻ്റെ കിട്ടുന്നത് സൗദി ആൾക്കാർ. ഇപ്പം അതിനെന്തോ ഒരു കൊടുക്കാതിരിക്കുമോ? ഇപ്പോൾ വീണ്ടും അതിൻ്റെ നിരക്കുകൾക്കകത്ത് ഒരു റെഗുലേഷൻ കൊണ്ടുവന്ന് ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു വിഷയം. ആളുകൾക്ക് നഷ്ടക്കച്ചവടമായ രീതിയിലേക്ക്. KSEBിയുടെ ഇഷ്യൂ എന്താണെന്നാണ് ചോദിച്ചത്. KSEBിയുടെ ഇഷ്യൂ വളരെ സിമ്പിളാണ്. അത് പവർ ടെക്നോളജി, നടപ്പിലാക്കേണ്ട പവർ ടെക്നോളജീസ് കാലാകാലങ്ങളിൽ നടപ്പാക്കി ആ കമ്പനിയെ മോഡേണൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇത് ബോട്ടം ഹെവിയാണ്. ഡിസ്ട്രിബ്യൂഷനിൽ 30,000 ആളോ മറ്റോ ഉണ്ട്. കേരളത്തിൽ അതിൻ്റെ പകുതി മതി വാസ്തവത്തിൽ. 774 സെക്ഷൻ ഓഫീസുണ്ട്, 16 പേരുണ്ട് ഓരോ സെക്ഷനിലും. ഇപ്പം നമ്മൾ ഡൽഹി ചെന്ന് നോക്കിയാൽ പോലും ഡൽഹിയിൽ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിക്ക് സെക്ഷൻ ഓഫീസേ ഇല്ല. ഈ ടെക്നോളജി മൊത്തത്തിൽ മാറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് മൊബൈൽ മെയിൻ്റനൻസ് ക്രൂസ് മാത്രമേ ഉള്ളൂ. 774 സെക്ഷൻ ഓഫീസ്. ഇതിപ്പോൾ കേരളത്തിൽ നടന്നിരിക്കുന്നതെന്നല്ലേ, പഞ്ചായത്ത് ഓഫീസ് വേണമെന്ന് വാശി പിടിക്കുന്ന പോലെ MLA-മാരും എല്ലാവരും ഇടപെട്ട് വാശി പിടിച്ച് ഇലക്ട്രിസിറ്റി സെക്ഷൻ ഓഫീസ് തുറന്നേക്കുക. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ കമ്പനി ഇത് അറ്റൻഡ് ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ സ്മാർട്ട് മീറ്റേഴ്സ് നമ്മളൊരു ചെറിയ കാര്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെയല്ല. ഈ സ്മാർട്ട് മീറ്ററിങ്ങും ഇൻ്റർനെറ്റ് ബേസ്ഡ് മീറ്ററിങ്ങും വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന സംഗതി, ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിന് നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ പോയിട്ടാണോ മൊബൈൽ ഫോൺ ബില്ലടയ്ക്കുന്നത്? ഇറ്റ് ഇസ് ഓൺലി ആൻ ആപ്പ് അല്ലേ? ബാലൻസ് നില്ലായി കഴിയുമ്പോഴേക്കും അവർ പറയും ബാലൻസ് 10 രൂപയുള്ളൂ അടയ്ക്കുന്നത്. ആ ബാലൻസിലോട്ട് നമ്മൾ GPay ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാർജ് ചെയ്ത്. ഇതാണ് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് റവന്യൂ ഫംഗ്ഷൻ. ഈ റവന്യൂ ഫംഗ്ഷൻ ഡിസ്ചാർജ് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ബില്ല് കളക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഒരാൾ വന്ന് ഒരു ഹാൻഡ് ഹെൽഡ് മെഷീനകത്ത് നമ്പറൊക്കെ അടിക്കും. അതിൽ നിന്ന് ഒരു ബില്ല് പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് അത് കൊണ്ട് ചെന്ന് പിന്നെ കമ്പ്യൂട്ടറിനകത്തോട്ട് ഡേറ്റ കയറ്റും. ആ ഡേറ്റയിൽ നിന്ന് ബില്ല് ജനറേറ്റ് ചെയ്ത് നമുക്ക് വരും, സിസ്റ്റത്തിനകത്ത് അത് റീഡ് ചെയ്യും. ഇത് സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കാണ്. മറ്റേ സിം കാർഡ് വഴിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയി. നമ്മൾ ഓട്ടോമാറ്റിക് റീചാർജ് മാത്രമല്ല, പ്രീപെയ്ഡ് ആണ്. ആദ്യം കാശടച്ച് കഴിഞ്ഞാൽ അത്രയും വൈദ്യുതി നമുക്ക് ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ KSEBിയിൽ 3000 പേര് റവന്യൂവിൽ ഇരിപ്പുണ്ട്. റവന്യൂ സെക്ഷൻ ഓഫീസർ, 2 അസിസ്റ്റൻറ്റ്, എല്ലാ സെക്ഷനിലും 774 ഗുണം 3 എത്ര പേരെ എംപ്ലോയിഡ്? അപ്പോൾ ഈ സ്മാർട്ട് മീറ്റേഴ്സ് സാർവത്രികമായാൽ 3000 പേരെ കുറയ്ക്കാം. അതൊരു സംഭവിക്കില്ല. മീറ്റർ റീഡിങ്ങിൻ്റെ ആവശ്യമില്ല. ആവശ്യമില്ല. സിമ്പിളായിട്ട് മൊബൈൽ ഫോൺ എങ്ങനെ പ്രവർത്തിക്കുമോ എന്ന് മാത്രമല്ല, കൺസ്യൂമർക്കുള്ള ഇപ്പോൾ ഈ കാഷ്യസ് ഉണ്ടോ? അതായത് ക്യാഷ് മേടിക്കുന്നവരുണ്ട്. ആണോ? അതുകൊണ്ട്. പക്ഷെ കാശ് അടയ്ക്കുന്നവർ കാണത്തില്ല. 90% ഇലക്ട്രോണിക് പേയ്മെൻ്റ് ആണ്. പക്ഷേ എന്നാലും ക്യാഷിയേഴ്സ് അവിടെ തന്നെ ഇരിക്കുകയാണ്. ചിലപ്പം അത് റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അവരിനിയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മാൻ പവർ, ഫോർ എക്സാമ്പിൾ ഈ മീറ്റർ റീഡേഴ്സിനെ അബോളിഷ് ചെയ്യാൻ വളരെ റിലക്റ്റൻ്റ് ആണ്. കാരണം അവർ മുഴുവൻ കോൺട്രാക്റ്റിലാണ്. ആൻഡ് സോറി ടു സേ ദിസ്, കോൺട്രാക്റ്റിലാണ്. പാടാൻ നിർത്തിയാൽ പോരെ? അവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം ഈ മീറ്റർ റീഡേഴ്സിനെ നിയമിക്കുന്നതും എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്നതൊന്നും ശരിക്കും കമ്പനിയല്ല, യൂണിയനാണ്. മനസ്സിലായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മീറ്റർ റീഡർക്ക് 12 മാസം ശമ്പളം ഇല്ല. ഇപ്പോൾ കൊടുക്കുന്നില്ല. കമ്പനി കൊടുക്കും, പക്ഷേ അയാൾ 1 മാസം ശമ്പളം യൂണിയന് കൊടുക്കുമ്പോഴേ അയാൾക്ക് 11 മാസം ജോലി കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാനിത് കണക്കൂട്ടി നോക്കിയിട്ടുണ്ട്. അപ്പം പറയുമ്പോൾ നമ്മളോട് വഴക്കിന് വരും. പക്ഷേ ആകെ മൊത്തം ഓഫീസർ അസോസിയേഷൻസും CITയും KSEBിന്ന് പിരിച്ചെടുക്കുന്ന തുക എൻ്റെ ഒരു നോട്ടത്തിലൊരു 30 കോടി രൂപയ്ക്കാണ് പ്രതിവർഷം. അതാണ് അവിടുത്തെ മേജർ ഇഷ്യൂസിലൊന്ന്.
പേ റിവിഷൻ വരുമ്പോൾ അവർ 2 മാസത്തെ ശമ്പളം 2 മാസത്തിന് തുല്യമായ വർധന 19% കഴിഞ്ഞ തവണ പേ റിവിഷൻ കൊടുത്തത്. അപ്പോൾ ഒരു 25,000 രൂപയെങ്കിലും പേ റിവിഷൻ കിട്ടാത്ത ആരും കാണത്തില്ല. 25,000 രൂപ പിന്നെ ഒരു മാസം കൂട്ടിക്കിട്ടുന്നതിൽ ആൾ 50,000 രൂപ അവർക്ക് കൊടുക്കണം. ഈ പവർ കോൺട്രാക്റ്റുകളിലൊക്കെ അഴിമതിയില്ലേ? ആക്ഷേപങ്ങളുണ്ട്, കേസുകളുണ്ട്, ചില കോൺട്രാക്ട്സിൽ പിന്നെ തിരുത്തിയെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊരു ഭയങ്കര സ്റ്റോറിയാണ്. അതിനകത്തോട്ട് നമ്മൾ കയറിയാൽ നമുക്ക് പോരാ. അത് പറയാറുമായിട്ടില്ല. കാരണം പലതും പല ലിറ്റിഗേഷൻസിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാഞ്ഞിട്ടല്ല, പക്ഷെ അത് കയറി പറയുന്ന പലരെയും ബാധിക്കും. സുപ്രീം കോർട്ടിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ കയറി പറയുന്നത് ശരിയല്ലല്ലോ. ഈ ഇതിൻ്റെ അകത്ത് ഇത് ലാഭമാക്കിയില്ല അങ്ങൊരു ആ വർഷം സർപ്ലസിലെത്തി. അതെങ്ങനെ അങ്ങനെ? അത് വേറെ കാര്യമൊന്നുമില്ല. അത് ഒരു ആക്ച്വറിയലായിട്ടുള്ളൊരു ഭാഗ്യം അതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട്. സെൻട്രൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ളത് വന്നിട്ടുണ്ട്. പിന്നെ ഈ ബുക്സ് ബാലൻസ് ചെയ്യണം. കിട്ടാനുള്ള പൈസ വാങ്ങിച്ചെടുക്കുകയും നമ്മൾ സ്പെൻഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഒന്ന് കംപ്രസ് ചെയ്ത് പിടിക്കുകയും ഡെഫർ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തെ ബാലൻസ് ഷീറ്റ് പെട്ടെന്ന് നമുക്ക് പുഷ്ടിപ്പെടുത്തിയെടുക്കാൻ പ്രയാസമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പത്രങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വലിയ മുതലാളിമാർ ഇവരൊക്കെ പലരും കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞു. വളരെ ഹ്യൂജ് അരിയേഴ്സ് ഉണ്ടല്ലോ. എക്സാക്ട് നമ്പർ എനിക്ക് അറിയില്ല, എന്നാലും ഇറ്റ് വിൽ റൺ ടു സെവറൽ ഹൺഡ്രഡ്സ് ഓഫ് ക്രോർസ്. അതെന്നെ പിടിക്കാൻ പറ്റാത്ത സ്വാധീനം. സ്ഥാപനം പൂട്ടിപ്പോയി കഴിയുമ്പോൾ പിന്നെ റവന്യൂ റിക്കവറി ഇങ്ങനെയുള്ള സ്റ്റെപ്സിലായിരിക്കും. എല്ലാത്തിലും കോടതി കയറി ഇടപെടും. അങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ട്. പൂട്ടാത്ത സ്ഥാപനങ്ങളും കാശ് കൂടാത്തതിലുണ്ട്, തരാനുണ്ട്. ഈ സ്വാധീനമുള്ള ആളുകൾ. ഇടയ്ക്ക് കോവിഡ് വന്ന് കയറി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു വാലിഡ് എക്സ്ക്യൂസായി. ഒരു കാര്യം കൂടെ പറഞ്ഞ് KSB അവസാനിപ്പിക്കുക. ഈ KSBയിലെ ഈ 10ാം ക്ലാസ് തോറ്റവർക്ക് മാത്രമാണല്ലോ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവും. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവുന്ന ഗെസ്റ്ററ്റിൽ വരാവുന്ന സാധനം ഉണ്ടല്ലോ. 1,00,000 ഞാനൊരു മറ്റേ ഒരു ഓവർസിയറുടെ സാലറി, അയാളുടെ സീനിയർ ഗ്രേഡ് ഓവർസിയർ 1,17,000 രൂപയാണ്. ഞാൻ പേ സ്ലിപ്പ് കൊണ്ടു. 10ാം ക്ലാസ് തോറ്റവനാണ്. പിന്നെ ഈ തുല്യതാ പരീക്ഷ നടത്തിയേക്കാണ്. അതെന്താണ് സംഭവം? അല്ല, അത് പണ്ടേ അവർക്ക് ഈ ഇലക്ട്രിസിറ്റി വർക്കർ ഗ്രേഡ് 1 ഗ്രേഡ് 2 ആയിട്ട് കയറുന്ന ആൾക്കാർക്ക് പിന്നെ ലൈൻമാൻ 2 3 1 അങ്ങനെ അവസാനം അവർ പിരിയുന്നതിന് മുമ്പ് ഓവർസിയർ ഗ്രേഡ് 1 2 അവസാനം അവർക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. സത്യത്തിൽ വളരെ കുറച്ച് പേരെ ആ പൊസിഷനിൽ എത്തുകയുള്ളൂ. എന്നിരുന്നാലും ഒരു അണ്ടർ ഗ്രാജുവേറ്റിനെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന ഡെസിഗ്നേഷൻ കൊടുക്കുന്ന അപൂർവം. അണ്ടർ ഗ്രാജുവേറ്റ് അല്ല, ക്ലാസ് 10 അതിൽ ചിലരൊക്കെ പോയിട്ട് ഇക്വാലൻസി പരീക്ഷ അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു ഏജൻസിയാണ്. അതൊക്കെ അവർ കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് വാങ്ങിച്ചെടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിലെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ കൊടുക്കേണ്ടതിലധികം പേ, ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പേ റിവൈസ് ചെയ്യുമ്പോൾ 12-13% കഴിഞ്ഞ 21 പേ റിവിഷൻ റിവൈസ് ചെയ്ത്. KSB അതേസമയം 19% കൊടുക്കും. അതിന് അങ്ങനെ വരുന്നത് അതെന്താ വെച്ചാൽ അതാണ് ഇതിൽ റിസ്ക് എന്ന് പറയുന്നു. റിസ്ക് എഞ്ചിനീയർക്ക് എങ്ങനെ റിസ്ക് വരുന്നത്? മറ്റേ ചീഫ് എക്സിക്യൂട്ടീവ് അത് ടവറിൽ കയറുന്ന അല്ലെങ്കിൽ വൈദ്യുതി കൈകാര്യം ചെയ്യുന്ന ആളുടെ റിസ്ക് ഉണ്ടെങ്കിൽ മനസ്സിലാവും. റിസ്ക് ലെവൻസ് അവിടെ ഇട്ടാൽ മനസ്സിലാവും. പക്ഷേ ഇത് അക്രോസ് ദ ബോർഡാണ് നടപ്പിലാക്കുന്നത്. ഡ്രൈവറും വാങ്ങിക്കും. ഡ്രൈവർക്ക് മാത്രമല്ല ഈ റിസ്ക് ഉള്ളവർ കോൺട്രാക്ട് വർക്കർമാരാ. എൻ്റെ സുഹൃത്തുക്കൾ കോൺട്രാക്ടർമാരുണ്ട്. അവർക്ക് കാശ് കൃത്യമായിട്ട് കിട്ടാറില്ല. വളരെ കുറഞ്ഞ വേതനം. ഈ കോൺട്രാക്ട് ആരാ കൊടുക്കുന്നത്? പ്രാദേശികമായിട്ട് കൊടുക്കുമല്ലോ. കൊടുക്കുക. അതായത് സൂപ്രണ്ടിങ് എഞ്ചിനീയർ ലെവലിലാണ് കൊടുക്കുന്നത്. അതെല്ലാം അഴിമതി ആയിരിക്കത്തില്ലേ എന്ന് ഞാൻ പറയുന്നില്ല. ബ്ലാങ്കറ്റായിട്ട് അല്ല, പിന്നെ എന്തിനാണ് ഈ റിസ്ക് അലവൻസ് കൊടുക്കുന്നത്? കാരണം ഇവർക്കില്ല, ഇവർ മരിച്ചു പോവാ. നിരവധി കോൺട്രാക്ടർമാർ അവരുടെ ജോലിക്കാർ ഒരുപാട് അനോമലീസ് ഉണ്ട്. കാരണം ഇത് കമ്പനിയാക്കിയല്ലോ. 2013 ഇതിനെ കമ്പനിയാക്കി. ഈ കമ്പനി നിയമത്തിനനുസരിച്ച് അവിടെ പേ റിവൈസ് ചെയ്യേണ്ടത് പേ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി, PRC എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ KSCBയുടെ MOUവിനകത്ത് എഴുതിയിട്ടുണ്ട് ഏത് പേ റിവിഷനും സർക്കാരിൽ നിന്ന് മുൻകൂർ അപ്രൂവൽ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഇതിലിപ്പോൾ മണിയാശാൻ മിനിസ്റ്ററായിട്ടിരിക്കുന്നു. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. ഇലക്ഷൻ മെയ്യിൽ വരും, അല്ലെങ്കിൽ ഏപ്രിൽ വരുമെന്ന് കണ്ടുകൊണ്ട് ഫെബ്രുവരിയിൽ പെട്ടെന്ന് പേ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി കൂടിയിട്ട് സംസ്ഥാന ഫിനാൻസ് വകുപ്പിൽ നിന്ന് ആരും ഇല്ലാതെ ഒരു പേ റിവിഷൻ പ്രപ്പോസൽ തയ്യാറാക്കുന്നു. സംസ്ഥാന ഫിനാൻസിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് ഇത് തമ്മിൽ എത്ര വ്യത്യാസം വേണം. കാരണം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD ഉണ്ടല്ലോ, അയാളെക്കാൾ 19% ഇയാൾ കൂടുതൽ വാങ്ങിക്കുന്നതിന് സാങ്കത്യമില്ല. അപ്പോൾ ഈ കമ്പാരിസൺസ് എല്ലാം ഒഴിവാക്കിയിട്ട് PRC ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. റിപ്പോർട്ട് രാവിലെ ഫൈനലൈസ് ചെയ്ത് ബോർഡ് രാവിലെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഉച്ചതിരിഞ്ഞ് വൈദ്യുതശക്തി മന്ത്രിയെ അവരവിടെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരെയും ഓഡിറ്റോറിയത്തിൽ വിളിച്ചു വരുത്തിയിട്ട് സർക്കാർ പിന്നെ പേ റിവിഷൻ നടപ്പിലാക്കിയെന്ന് പ്രഖ്യാപിക്കുന്നു. മന്ത്രിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നിരിക്കും, ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഫയലായിട്ട് വൈദ്യുതി വകുപ്പ് ഫിനാൻസിലും പോയിട്ട് പരിശോധിക്കണ്ടേ? പരിശോധിച്ച് അനോമലി ഡിറ്റക്ട് ചെയ്യണ്ടേ? അത് ഒഴിവാക്കി എജക്റ്റ് കൊടുക്കണം. ഏതായാലും ഉള്ള സർക്കാർ ഒരിക്കലും കടലാസിൽ ഈ പേ റിവിഷൻ അംഗീകരിച്ചില്ല. ഞാൻ സർക്കാരിന് എഴുതി നിങ്ങൾ അംഗീകരിക്കൂ, കാരണം അടുത്ത പേ റിവിഷന് സമയമായി. അപ്പോൾ ഇപ്പോൾ വീണ്ടും അത് ഇഷ്യൂ ആയി. അവസാനം ഇപ്പോഴോ മറ്റോ കഴിഞ്ഞ 2 പേ റിവിഷൻസ് വിത്ത് റൈഡേഴ്സ് അവർ അംഗീകരിച്ചു. അതിലെ കേഡർ പേ ഒക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ കേഡർ പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സർക്കാരിൽ ഇല്ലാത്ത അഡീഷണൽ പോർഷൻസ്
വേറെ എങ്ങും കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് വകുപ്പിലും ഇല്ലാത്ത കേഡർ പേകളൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുക അതിനകത്ത്. അവ ചുരുക്കി പറഞ്ഞപ്പോൾ അവസാനം ഞാൻ കേട്ടത് ഇവർ വലിയ സമ്മർദ്ദം പിടിച്ചപ്പോൾ അവസാനം ധനകാര്യ വകുപ്പ് അതിൻ്റെ പൊസിഷൻ റിവേഴ്സ് ചെയ്ത് വെച്ച് കേഡർ പേയും കൂടെ അനുവദിച്ചു കൊടുത്തു. അപ്പോൾ അന്ന് തുടങ്ങിയത് ഇതെല്ലാം കൺസ്യൂമർ കൊടുക്കണം. കൺസ്യൂമറിൻ്റെ നിന്നുള്ള വരുമാനമേ KCBക്ക് വരുമാനമുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ അപകടം. റൺ അവേ എക്സ്പെൻസസ്, റൺ അവേ റവന്യൂ എക്സ്പെൻഡിച്ചർ, പ്രോജക്ട്സിൽ എഫിഷ്യൻസി കുറവ്. അപ്പോൾ ഈ പിന്നെ പവർ ജനറേഷനിലെ പ്രോജക്ട്സ് വിജയിക്കുന്നില്ല വേണ്ടവണ്ണം. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈദ്യുതി മേടിച്ച് വിൽക്കുന്ന, വലിയ വിലയ്ക്ക് വൈദ്യുതി മേടിച്ച് വിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ടത് മാറി എന്നുള്ളതാണ്. പക്ഷേ അത് ഒരു ഗുണമുള്ളത്, KCBയുടെ അക്കൗണ്ട്സ് പക്കയാണ്. അപ്പോൾ ആ KCB റിഫോം ചെയ്യണമെങ്കിൽ ഒരു ഗവൺമെൻറ് ഡിറ്റർമിൻ്റ് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നന്നാക്കി എടുക്കാം. തീർച്ചയായിട്ടും ഈ KSRTC പോലെ കൈ മറിഞ്ഞു പോയിട്ടില്ല ഇൻ ദാറ്റ് സെൻസ്.